ലോകത്ത് പുരുഷനേക്കാൾ ഏറ്റവും കൂടുതൽ ദൈവത്തെ അടുത്തറിയാൻ കഴിയുന്നത് സ്ത്രീക്കാണ്. നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സ് ഇപ്പോൾ നിങ്ങളോടിത് ആവർത്തിച്ച് കാണും. ഇവിടെ ഇരിക്കുന്ന പുരുഷന്മാർക്ക് ഒരുപക്ഷെ അതിൻ്റെ വരിയിലിടയിലൂടെയുള്ള അർത്ഥം പൂർണ്ണമായി ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ട് വന്നേക്കാം. എന്നാൽ ഞങ്ങൾ സ്ത്രീകൾ വിശ്വസിക്കുന്നത് പുരുഷന്മാരെക്കാൾ ദൈവത്തെ ഏറ്റവും കൂടുതൽ അറിയുവാൻ സാധിക്കുന്നത് സ്ത്രീക്ക് തന്നെയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് വിശുദ്ധ ദൈവമാതാവ്. കൃപ നിറഞ്ഞവളെ എന്ന ദൂതന്റെ ശബ്ദം കേട്ടപ്പോൾ യാതൊരു ശങ്കയും കൂടാതെ ബാലികയായ പെൺകുട്ടി ദൈവദൂതന്റെ മുമ്പിൽ തലകുനിച്ച് ആ വാക്കുകൾ വിശ്വസിച്ചു എങ്കിൽ, സക്കറിയ പുരോഹിതൻ ദീർഘനാളായി ദേവാലയത്തിൽ ശുശ്രൂഷ ആചരിച്ചു. എന്നാൽ ദൈവദൂതന്റെ വാക്കുകളെ അല്പമൊന്ന് ശങ്കിച്ചു. ഇവിടെ വിശ്വാസത്തിൽ പുരോഹിതനേക്കാൾ മുൻപിൽ വിശ്വാസത്തിൻ്റെ ഏറ്റവും മൗഢോദാഹരണമായി നാം കാണുന്നത് വിശുദ്ധ കന്യാമറിയാമിനെയാണ്. പലപ്പോഴും ഒരു ചോദ്യം നമ്മുടെ മനസ്സിലുണ്ടാകാം: എന്തുകൊണ്ടാണ് പിതാവാം ദൈവം വിശുദ്ധ കന്യാമറിയാം അമ്മയെ തന്നെ തൻ്റെ പുത്രനു വേണ്ടി തെരഞ്ഞെടുത്തത്? വലിയ ഉന്നത കുലജാതരായ സ്ത്രീകളും ചക്രവർത്തിനിമാരും കൊട്ടാരത്തിൽ ജനിച്ചവരും പുരോഹിത കുടുംബത്തിൻ്റെ പാരമ്പര്യമുള്ളവരുമായ ധാരാളം സ്ത്രീകൾ ആ കാലത്തുണ്ടായിരിക്കെ വെറും ബാലികയായ ഈ മറിയാം എന്ന പെൺകുട്ടിയെ തെരഞ്ഞെടുത്തത് ദൈവത്തിൻ്റെ മഹത്വമോ മറിയാമിൻ്റെ ഗുണമോ? അതിൻ്റെ ഉത്തരമായി നമുക്ക് പറയാൻ സാധിക്കും, ദൈവത്തെ മറ്റാരെയുംകാൾ അന്ന് ജീവിച്ചിരുന്നതിൽ ഏറ്റവും കൂടുതൽ അടുത്തറിഞ്ഞവളാണ് വിശുദ്ധ കന്യാമറിയാം. ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന സ്ത്രീകളിൽ ദൈവത്തെ ഏറ്റവും കൂടുതൽ അടുത്തറിഞ്ഞ സ്ത്രീ എന്നുള്ള നിലയ്ക്ക് പിതാവാം ദൈവം കന്യാമറിയാമിനെ തിരഞ്ഞെടുക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി പറയാറുണ്ട്, സുവിശേഷത്തിൻ്റെ ആദ്യത്തെ വർത്തമാനം കേട്ട ലോകത്തിലെ ദൈവത്തിൻ്റെ സൃഷ്ടി വിശുദ്ധ കന്യാമറിയാമാണ്. മനുഷ്യാവതാരം നടക്കുന്നതിന് മുമ്പ് തന്നെ സുവാർത്തയുടെ ശബ്ദം കേൾക്കുവാൻ സാധിച്ചത് ഈ ലോകത്ത് ഒരു സ്ത്രീക്കാണ്, ഒരു പെൺകുട്ടിക്കാണ്, ഒരു സാധാരണ പെൺകുട്ടിക്കാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യരാശിക്ക് വേണ്ട ഈ പ്രകൃതിക്ക് മുഴുവൻ സൃഷ്ടാവായ ദൈവം ആദ്യമായി കനിഞ്ഞു നൽകിയ അനുഗ്രഹമായിരുന്നു വിശുദ്ധ കന്യാമറിയാമിൻ്റെ തെരഞ്ഞെടുക്കൽ. ഹെർമൻ ഹെസ്സെ എന്ന് പറയുന്ന ചിന്തകൻ സ്ത്രീകളുടെ 4 ഭാഗ്യത്തെക്കുറിച്ച് പറയാറുണ്ട്. 4 തരം ഭാഗ്യവതികളായ സ്ത്രീകൾ. ഒന്ന്, ചക്രവർത്തിയുടെ ഭാര്യയായിരിക്കുക എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ ഭാഗ്യമാണ്. ജീനിയസിൻ്റെ സഹോദരിയായിരിക്കുക എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ ഭാഗ്യമാണ്. വിപ്ലവകാരിയുടെ കാമുകിയായിരിക്കുക എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ ഭാഗ്യമാണ്. എന്നാൽ ഈ ഭാഗ്യങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ഭാഗ്യം ഒരു രക്തസാക്ഷിയുടെ അമ്മയായിരിക്കുക എന്നതാണ്. രക്തസാക്ഷിയുടെ അമ്മ എന്ന ഏറ്റവും വലിയ ശ്രേഷ്ഠ പദവിക്ക്, ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവതി എന്ന പദവിക്ക് കന്യാമറിയാമിനെ തിരഞ്ഞെടുത്തത് കാൽവറിയുടെ ക്രൂശോളം തൻ്റെ മകനെ പിന്തുടർന്ന അമ്മയ്ക്ക് കിട്ടിയ അംഗീകാരമാണ്. അത് ലോകാവസാനം മുഴുവനോളമുണ്ട്. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കും എന്ന് പറഞ്ഞപ്പോൾ ആ വാളിൻ്റെ മൂർച്ചയോ ആ വാളിൻ്റെ കാഠിന്യമോ ആ വാൾ നൽകുന്ന വേദനയോ എന്ത് എന്ന് പ്രത്യുത്തരം ചോദിക്കുവാൻ കന്യാമറിയാം തുനിഞ്ഞില്ല. ലോകത്തിലെ ഏറ്റവും വലിയ പ്രാർത്ഥന കന്യാമറിയാമിൻ്റേതാണ്. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, അവിടുത്തെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ. ദാസി എന്നുള്ള പദപ്രയോഗത്തിന് വളരെയധികം പ്രസക്തി അവിടെയുണ്ട്. ഇതാ ഞാൻ കർത്താവിൻ്റെ അടിമ എന്നല്ല മറിയാം പറഞ്ഞത്, ഞാൻ കർത്താവിൻ്റെ ദാസിയാണ്. അടിമയ്ക്ക് ഏത് സമയവും തൻ്റെ യജമാനനെ വിട്ടുപോകാം, യജമാനൻ ഏത് സമയവും തൻ്റെ അടിമയെ വിൽക്കാം. എന്നാൽ ദാസിക്ക് യജമാനനെ വിട്ട് ഒരു ജീവിതമില്ല. വിശുദ്ധ കന്യാമറിയാം നമുക്ക് തന്ന പ്രാർത്ഥനയാണ്. ബഹുമാനപ്പെട്ട ജിജി തോംസൺ സാർ പറഞ്ഞതുപോലെ, ദൈവത്തെ വിട്ടൊരു ജീവിതം നമുക്കില്ല. ഹൃദയത്തിലൂടെ വാൾ കടക്കുന്ന അനുഭവം ഉണ്ടായാലും ആ വാളിൻ്റെ വേദന അസഹ്യമായാലും ഭൂമിയിലെ ഏതെല്ലാം പ്രതിസന്ധികളും വെല്ലുവിളികൾ വന്നാലും
എൻ്റെ കർത്താവിൻ്റെ കഷ്ടാനുഭവത്തോളം അതൊട്ടും ആവുകയില്ല. അതുകൊണ്ട് തന്നെ യജമാനൻ്റെ ദാസിയായി യജമാനൻ്റെ ഹിതത്തിന് പരിപൂർണമായി കീഴടങ്ങുന്ന കന്യാമറിയാമിനെയാണ് വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നാം കാണുന്നതും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആ അമ്മ തന്ന പ്രാർത്ഥന ഇന്ന് നാം പ്രാർത്ഥിക്കുന്നതും. മലങ്കര സഭയിലെ നസ്രാണികളായ സ്ത്രീകൾ ഈ പ്രാർത്ഥനയും ആചാരാനുഷ്ഠാനങ്ങളും വളരെ ശക്തമായി തുടർന്നതിൻ്റെ ഒരു അടയാളമായിരുന്നു. സഭ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ലെങ്കിലും 8 നോമ്പിൻ്റെ പെരുന്നാള് ഇത്ര മാന്യമായി ആദരിക്കത്തക്ക വിധം നമ്മുടെ സഭ മാനിക്കുന്നത്. എന്നാൽ ഇന്നത്തെ അവസ്ഥയിൽ ചെറിയ താളഭംഗങ്ങളൊക്കെ ഉണ്ടായി. ഇബ്സന്റെ പ്രശസ്തമായ ഒരു നാടകമുണ്ട്, ഡോൾസ് ഹൗസ്, പാവവീട്. ഇതിൻ്റെ ഇതിവൃത്തം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ഈ നാടകത്തിലെ ഒരു സാധാരണ പെൺകുട്ടിയുണ്ട്, നോറ. രാവെളുപ്പിനെ ഭർത്താവിനും വീടിനും വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു സാധാരണ പെൺകുട്ടി. മാത്രമല്ല, ജീവിതത്തിലെ പ്രതിസന്ധികളിൽ, ഭർത്താവിൻ്റെ വേദനകളിലൊക്കെ അവൾ ശക്തമായി തന്നെ ഭർത്താവിനോടൊപ്പം നിന്നു. പക്ഷേ എല്ലാം നേരെയായപ്പോൾ ഭർത്താവ് അവളെ ഗൗനിച്ചില്ല. നോറ തൻ്റെ വീട്ടിൽ നിന്ന് 2 കാര്യം വീട്ടിലേക്ക് തിരിഞ്ഞു പറയുകയാണ്. ഞാൻ പറയുന്നതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, ഞാൻ പറയുന്ന ഒരു വാക്കും ഇവിടെ ആരും ഗൗരവമായി എടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നോറ എന്ന കഥാപാത്രം തൻ്റെ വീടിൻ്റെ കതകുകൾ ആഞ്ഞടിച്ച് ആ വീട് വിട്ടിറങ്ങുന്ന ഒരു രംഗം ഇബ്സൻ അവതരിപ്പിച്ചിട്ടുണ്ട്. വിമർശകന്മാർ പറയുന്നത് നയാഗ്ര വെള്ളച്ചാട്ടത്തേക്കാൾ ശക്തമായ ഒരു ശബ്ദമായിരുന്നു നോറ തൻ്റെ വീട് വിട്ട് വാതിൽ കൊട്ടിയടച്ച് പുറത്തു വന്നപ്പോഴുണ്ടായത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കേരളീയ സമൂഹത്തിലും നമ്മുടെ നസ്രാണി സമൂഹത്തിലും ഈ വാതിലുകൾ കൊട്ടിയടയ്ക്കുന്ന ശബ്ദം കേട്ടു തുടങ്ങി എന്നുള്ളത് ഒരു വേദനയോടെ ഈ അവസരത്തിൽ നാം ഓർക്കേണ്ടതാണ്. ഗ്ലോബലൈസേഷൻ്റെ കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഇവിടെ ലാഭനഷ്ടങ്ങളുടെ കണക്കുകൾ മാത്രമേ ഉള്ളൂ. പാപപുണ്യങ്ങളുടെ നന്മതിന്മകളുടെ കണക്കുകൾ ഒന്നും തന്നെയില്ല. എന്താണ് ലാഭം, എന്താണ് നഷ്ടം? മനുഷ്യബന്ധങ്ങളിലേക്കും ഈ ആശയം ആഴമായി വേരോടിയതിൻ്റെ താളപ്പിഴകൾ ഇന്ന് കേരളീയ കുടുംബങ്ങളിലും കടന്നു വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്കേവർക്കും ബോധ്യമുള്ള സംഗതിയാണ്. അതുകൊണ്ട് ആഗോള കത്തോലിക്കാ സഭയുടെ പരമാധ്യക്ഷനായിരുന്ന ബെനഡിക്ട് തിരുമേനി ലോക ജനതയോടായി ഒരു കാര്യം പറഞ്ഞു. വിശ്വാസം എന്ന് പറയുന്നത് ഒരു ഉപഭോഗ വസ്തുവല്ല. ഉപഭോഗ വസ്തു എന്ന വാക്കിൻ്റെ അർത്ഥം സുഖസാമഗ്രി. ഈശ്വര വിശ്വാസം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരിക്കലും ഒരു സുഖസാമഗ്രിയല്ല. ലാഭനഷ്ടങ്ങളുടെ കണക്ക് നോക്കി ആരും വിശ്വാസത്തെ കൂട്ടുപിടിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ മുൻപ് പറഞ്ഞത്, ഞായറാഴ്ചകളിലും ആരാധനയിലും എടുത്തണിയുവാനും മറ്റവസരങ്ങളിൽ അഴിച്ചു വയ്ക്കുവാനുമുള്ള ഒരു ആഭരണമല്ല ദൈവവിശ്വാസം എന്ന് പറയുന്നത്. വിശ്വാസത്തെ പലതരത്തിൽ തെറ്റിദ്ധരിച്ച ഒരു സമൂഹത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. ഭൗതികമായ നേട്ടങ്ങൾ കൈവരിക്കാനുള്ള ഒരു കുറുക്കുവഴിയായി, ഒരു ലോട്ടറി ഭാഗ്യമായി വിശ്വാസത്തെ കാണുന്ന ഒരു സമൂഹം നമ്മുടെ ഇടയിൽ വളർന്നു വരുന്നത് വളരെ വേദനാജനകമാണ്. നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങൾ ക്രമമായി ആചരിച്ചു വന്നിരുന്ന സാധാരണക്കാരായ നമ്മുടെ അമ്മച്ചിമാര് പഴയ കാലത്ത് കടൽ കടത്തി നമ്മുടെ പെൺകുഞ്ഞുങ്ങളെ വിദേശത്തേക്ക് ജോലിക്ക് അയച്ചപ്പോൾ ഒരു ഫോൺ ബന്ധമോ ഒരു കത്തോ കിട്ടുവാൻ അസാധ്യമായിരുന്ന കാലത്ത് ലോകത്തിൻ്റെ ഏതു കോണിൽ എങ്ങനെ ജീവിക്കുന്നു എന്നറിയാതെ നിത്യവൃത്തിക്ക് വേണ്ടി നമ്മുടെ ആളുകൾ കടൽ കടന്നു പോയപ്പോൾ നമ്മുടെ അമ്മമാർ അവർക്ക് കൊടുത്ത ഒരു ഉറപ്പിൻ്റെ പേരാണ് വിശ്വാസം എന്ന് പറയുന്നത്. മധ്യ തിരുവിതാംകൂറിൽ ഇന്ന് കാണുന്ന ഭൗതികമായ സമൃദ്ധിയുടെ അടിസ്ഥാന കാരണം ഈ അമ്മമാർ വിശ്വാസപൂർവ്വം വളർത്തിയെടുത്ത് വിദേശ നാടുകളിൽ കഷ്ടപ്പെട്ട നമ്മുടെ സഹോദരിമാരുടെ വിയർപ്പിൻ്റെ അംശമാണ് എന്നുള്ളത് നഗ്നമായ ഒരു സത്യമാണ്. എന്നാൽ ആ വിശ്വാസത്തിൻ്റെ ബാലപാഠങ്ങളെല്ലാം മറന്നുകൊണ്ട് വളരെ വേഗം കിട്ടുന്ന ലാഭം കിട്ടുന്ന
ലാഭനഷ്ട കണക്കുകളുടെ മാത്രം കണക്ക് പറയുന്ന ഒരു വിശ്വാസ ജീവിതം നയിക്കുവാനാണ് നമ്മുടെ ആളുകളിൽ പലരും ആഗ്രഹിക്കുന്നത്. ഇന്ന് നമ്മുടെ ചാനലുകൾ തുറന്നാൽ കൂടുപോലെ സുവിശേഷ ഘോഷണങ്ങളുണ്ട്. എവിടേക്കാണ് പോവേണ്ടത്, ഏതാണ് കേൾക്കേണ്ടത് എന്ന് തിരിച്ചറിയാനാവാതെ നട്ടം തിരിയുന്ന ഒരു സമൂഹത്തിൻ്റെ മുൻപിലാണ് നാം നിൽക്കുന്നത്. ഏതാനും ആഴ്ചകൾ കൊണ്ട് സംഭവിക്കുന്ന ഭാഗ്യങ്ങളും ഏതാനും ആഴ്ചകൾ കൊണ്ടും ഏതാനും മണിക്കൂറുകൾ കൊണ്ട് കിട്ടുന്ന രോഗശാന്തിയുമൊക്കെ ദൈവികമായ പദ്ധതിയുടെ തീരുമാനങ്ങളായി തെറ്റിദ്ധരിക്കപ്പെടുന്ന സഹോദരിമാരെ ഓർത്ത് നാം കരയേണ്ടിയിരിക്കുന്നു. വർഗീസ് തിതിയൻ ബാവ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ജീവിതത്തിൽ കിട്ടുന്ന നേട്ടങ്ങളെല്ലാം എൻ്റെ ആത്മീയമായ ജീവിതത്തിൻ്റെ പ്രതിഫലനമാണെന്ന് വീമ്പിളക്കരുത് എന്ന് തിരുമേനി ശാസിച്ച ഒരു കൽപ്പന ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. എനിക്ക് കിട്ടുന്ന ജീവിതത്തിലെ നന്മകളെല്ലാം എൻ്റെ ഗുണം കൊണ്ട് ഞാൻ നേടിയെടുത്തതാണ് എന്നുള്ള അഹന്ത ഒരിക്കലും വിശ്വാസ ജീവിതത്തിന് ഭൂഷണമല്ല. കുട്ടികൾ സ്മാർട്ടായിരിക്കണമെന്ന് പറയുന്നത് പോലെ സ്മാർട്ട് റിലീജിയൻ, മതവും വളരെ സ്മാർട്ടായിരിക്കണമെന്നുള്ള ഒരു പങ്കപ്പാടിലേക്കാണ് നാം നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെ പഴയ സമൂഹം ആഭിചാര കർമ്മങ്ങളായി കരുതിയിരുന്ന പൂവിൻ്റെയും മന്ത്രവാദത്തിൻ്റെയും വെള്ളം ജപിച്ചു കൊടുക്കലിൻ്റെയും ഒക്കെ അംശങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലും തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് മാത്രമല്ല, അത്തരം ആഭിചാര കർമ്മങ്ങളെ മുളയിലെ ഞുള്ളിക്കളയുകയും യഥാർത്ഥ വിശ്വാസത്തിൻ്റെ പാഠങ്ങൾ നമ്മുടെ പുത്തൻ തലമുറയിലേക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിന് എന്തു പറ്റി എന്ന് ചോദിച്ചാൽ, നമ്മുടെ സമൂഹത്തിൽ ഇന്ന് പാതി കുടുംബങ്ങളാണ്. അമ്മയും മക്കളും മാത്രം വീട്ടിലുള്ള അവസ്ഥ. അച്ഛൻ വിദേശത്ത് ജോലിയിലാണ്. ശരിയാണ്, നമ്മുടെ വീടിൻ്റെ സാമ്പത്തികമായ അഭിവൃദ്ധിക്ക്, ഭൗതികമായ നേട്ടത്തിന്, ഗൃഹനാഥന് അത്തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. എന്നാൽ പാതി കുടുംബത്തിൽ വളർന്നു വന്ന നമ്മുടെ കുട്ടികൾ നമ്മുടെ വിശ്വാസങ്ങളിൽ നിന്നും നമ്മുടെ ജീവിത വീക്ഷണങ്ങളിൽ നിന്നും മൂല്യങ്ങളിൽ നിന്നും അകന്നു പോകുന്നു എന്നുള്ള വസ്തുത നാം മറക്കരുത്. നമ്മുടെ സഭയിലെ തന്നെ സക്കേറച്ചൻ്റെ ഒരു വാചകം ഞാൻ ഓർക്കുന്നു. അടുപ്പ് കല്ലിൽ നിന്ന് തീൻമേശയിലേക്കും തീൻമേശയിൽ നിന്ന് അടുപ്പ് കല്ലിലേക്കും എത്രമാത്രം നടന്നിട്ടുള്ളവരാണ് നാം. ഈ നടന്നിട്ടുള്ള അമ്മമാരുടെ ഈ നടപ്പിൻ്റെ ദൂരത്തെ അച്ഛൻ വിളിച്ചിരിക്കുന്നത് വാത്സല്യ ദൂരമെന്നാണ്. അങ്ങനെ ഊണുമേശയിൽ നിന്ന് അടുക്കളയിലേക്കും അടുക്കളയിൽ നിന്ന് ഊണുമേശയിലേക്കുമായി എത്രയോ വാത്സല്യ ദൂരം താണ്ടിയിരിക്കുന്ന നമുക്ക് ഈ പാതി കുടുംബത്തിൽ ജീവിച്ച നമ്മുടെ കുട്ടികളെ ഏത് രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്ന് നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. എബ്രഹാം ലിങ്കൻ ഒരു സെന്റൻസ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ വായിച്ച ഏറ്റവും നല്ല പുസ്തകം എൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മയിൽ നിന്നും ധാരാളം പുസ്തകം ഞാൻ വായിച്ചു. എന്നാൽ ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് അമ്മ എന്ന പുസ്തകത്തിൻ്റെ എല്ലാ പേജുകളും വായിക്കുവാനുള്ള അവസരം നമ്മുടെ ഗാർഹിക സഭയിൽ, നമ്മുടെ കുടുംബാന്തരീക്ഷത്തിൽ ഉണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. സമകാലിക സ്ത്രീയെ പറ്റിയുള്ളതാണ് എൻ്റെ വിഷയം. അതിലേക്ക് ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കട്ടെ. ഉയർന്ന സ്ത്രീ സാക്ഷരത കൈവരിക്കുമ്പോഴും സ്ത്രീകളുടെ പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല, പുതിയ പുതിയ പ്രശ്നങ്ങൾ വരുന്നു എന്നുള്ളത് വളരെ വേദനയോടെ നാം അനുസ്മരിക്കേണ്ടതുണ്ട്. അഭ്യസ്തവിദ്യരായ സ്ത്രീകളുടെ എണ്ണം നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വളരെ കൂടുതലാണ്. എന്നാൽ സ്ത്രീ പീഡനങ്ങളുടെയും വിവാഹമോചനങ്ങളുടെയും സ്ത്രീധന തർക്കങ്ങളുടെയും ഒക്കെ കഥ ഇവിടെ തുടരുകയാണ്. തെക്കേ ഇന്ത്യയിൽ മാനസിക രോഗികൾക്കുള്ള ഏറ്റവും കൂടുതൽ മരുന്നുകൾ വിൽക്കുന്നത് കേരളത്തിലാണെന്നുള്ളത് നമ്മെ ഞെട്ടിപ്പിക്കുന്ന സംഗതിയാണ്. ഈ പാതി കുടുംബങ്ങളിൽ ഇത്തരം മരുന്നുകൾ ആവശ്യമായി വരുന്നു എന്നുള്ളത് വേദനയോടെ നാം അനുസ്മരിക്കേണ്ടതായിട്ടുണ്ട്. വിശ്രമമില്ലാത്ത ഒരു പുതിയ തൊഴിൽ സംസ്കാരമാണ് നമ്മുടെ സഹോദരിമാർക്ക് ഇന്നുള്ളത്. പാരാമെഡിക്കൽ രംഗത്തും IT പ്രൊഫഷണലുകളിലും ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരായ നമ്മുടെ സഹോദരിമാർ വിശ്രമമില്ലാത്ത അവരുടെ ദൈനംദിന ക്രിയയിലൂടെ ജീവിതത്തിൽ അവർക്ക് നഷ്ടമാകുന്ന വലിയ വലിയ കാര്യങ്ങളുണ്ട്. IT രംഗത്തും പാരാമെഡിക്കൽ രംഗത്തും കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നാം കുട്ടികളെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുമ്പോൾ
വിങ്ങുന്ന വിതുമ്പുന്ന മനസ്സുമായി വിശ്രമമില്ലാതെ തൊഴിൽ തേടുന്ന നമ്മുടെ സഹോദരിമാരെ പറ്റി നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കൃത്യമായ ആരാധനയിലോ കൃത്യമായ കുടുംബ പ്രാർത്ഥനയ്ക്കോ ഒന്നുമുള്ള ഒരു സാഹചര്യം ഇന്ന് അവരുടെ നിത്യജീവിതത്തിൽ അവർക്ക് ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവരിൽ പലരും ആവശ്യപ്പെടാറുണ്ട്, ഞായറാഴ്ചയത്തെ വിശുദ്ധ ആരാധന ഈ മേഖലകളിൽ വർത്തിക്കുന്ന നമ്മുടെ പുതിയ തലമുറയ്ക്ക് സംബന്ധിക്കത്തക്ക രീതിയിലുള്ള ഒരു ക്രമം, ഒരു ശൈലി നമ്മുടെ സഭയിൽ രൂപപ്പെട്ടിരുന്നുവെങ്കിൽ ഈ ഞായറാഴ്ച മാത്രം അവധിയുള്ള രാവും പകലും ജോലി ചെയ്യുന്ന നമ്മുടെ പുതിയ തലമുറയ്ക്ക് വിശുദ്ധ കുർബാനയിലും ആരാധനയിലും പങ്കെടുക്കുവാനുള്ള അവസരം നിഷേധിക്കപ്പെടുകയില്ലായിരുന്നു. രണ്ടാമത്തെ കൂട്ടരെന്ന് പറയുന്നത് ഡച്ച് ദീനം ബാധിച്ചവരാണ്. അവർക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, വീട്ടിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. 3 കാര്യമാണ് അവർക്കിഷ്ടം. ഒന്ന് അമിതമായ ആഡംബരാസക്തി, ഒന്ന് ആത്മവിശ്വാസമില്ലായ്ക, മറ്റൊന്ന് അധ്വാനിക്കാനുള്ള വിമുഖത. ഇത്തരം ഒരു സൊസൈറ്റി, ഇത്തരം ഒരു സ്ത്രീ സമൂഹം നമ്മുടെ ഇടയിൽ ഉണ്ട് എന്നുള്ള വസ്തുത നാം മറക്കരുത്. അമിതമായ ആഡംബരാസക്തി, അധ്വാനിക്കാനുള്ള മടി, ആത്മവിശ്വാസമില്ലായ്ക. ഇവർക്കാകെയുള്ള ഒരേ ഒരു ജോലി എന്ന് പറയുന്നത് വെറുതെ ഇരിക്കുക, അലസമായിരിക്കുക. ഈ വെറുതെ ഇരിക്കുന്ന അലസമായിരിക്കുന്ന നമ്മുടെ സഹോദരിമാർ വിദേശത്തു നിന്ന് വരുന്ന പണത്തിന് വേണ്ടി മാത്രമുള്ള കാത്തിരിപ്പാണ്. ഇത്തരം സഹോദരിമാരെ ആത്മീയമായ കൂട്ടായ്മയിലേക്ക് നാം കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. വലിയ മണിമാളികയ്ക്കുള്ളിൽ കാവൽക്കാരിയെ പോലെ കുഞ്ഞുങ്ങളെയൊക്കെ ബോർഡിങ്ങിലാക്കി ഒന്നും ചെയ്യാനില്ലാതിരിക്കുന്ന അവസ്ഥ. ഇത്തരം സഹോദരിമാരെ ഒരിക്കലും സഭയും സമൂഹവും മറന്നുകൂടാ എന്ന് ഈ അവസരത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. മാത്രമല്ല, ഇത്തരം സ്ത്രീകളുടെ എണ്ണം നമ്മുടെ സമൂഹത്തിൽ കൂടുന്നതുകൊണ്ട് ഒരു പുതിയ ലേബലിലാണ് ഇവരിപ്പോൾ അറിയപ്പെടുന്നത്, സൈബർ വിഡോസ്. വീട്ടിലുള്ള ഇന്റർനെറ്റിൻ്റെയും മാധ്യമങ്ങളുടെയും മുമ്പിൽ കുറേ നേരം ഇരുന്ന് കഴിയുമ്പോൾ ജീവിതത്തിലെ വിരക്തമായ സമയങ്ങളിൽ ഇന്റർനെറ്റിൻ്റെ അശ്ലീലമായ ലോകത്തുകൂടി സഞ്ചരിച്ച് അഭിരമിച്ച് ഒടുവിൽ ജീവിതത്തിൽ താളം തെറ്റി മനഃശാസ്ത്രജ്ഞരുടെ സമീപത്തെത്തുന്ന സൈബർ വിഡോസ് ഇന്ന് ഇതര മതസ്ഥരെക്കാൾ കൂടുതൽ ക്രിസ്തീയ വനിതകളാണെന്നുള്ള സത്യം നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെയൊക്കെയും സഭയുടെയും സമാജത്തിൻ്റെയും ഒക്കെ ശ്രദ്ധ കടന്നു വരേണ്ട സാഹചര്യമാണ് ഇന്നുള്ളത്. മറ്റൊന്ന്, ഇഷ്ടമില്ലാത്ത ജോലികൾ ചെയ്യേണ്ടി വരുന്ന സ്ത്രീകൾ. തങ്ങളുടെ അഭീഷ്ടത്തിനനുസരിച്ച്, തങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ച് ഇഷ്ടമില്ലാത്ത ജോലികൾ വെറും പണത്തിന് വേണ്ടി ചെയ്യേണ്ടി വരുമ്പോൾ ജീവിതത്തോടും തൊഴിലിനോടും അവർക്ക് തോന്നുന്ന വിരക്തി. ഞാൻ ആരെയും കുറ്റം പറയുകയല്ല. നേഴ്സിംഗ് പ്രൊഫഷൻ ഇന്ന് നമ്മുടെ നാട്ടിൽ വളരെയധികം സാധ്യതകളുള്ള ഒരു തൊഴിൽ മേഖലയാണ്. എന്നാൽ ജീവിതത്തിൻ്റെ വിഭിന്ന തലങ്ങളിൽ ഏറ്റവും ഭംഗിയായി ശോഭിക്കാമായിരുന്ന കുട്ടികളെയൊക്കെ അവരുടെ എല്ലാ സർഗാത്മക വാസനകളെയും അവരുടെ എല്ലാ താലന്തുകളെയും നാം നിലത്തിൽ കുഴിച്ചിട്ട് ഇവരെയെല്ലാം കയറ്റി അയക്കുവാനുള്ള നമ്മുടെ തീവ്രമായ ആഗ്രഹം ഇവരുടെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട് എത്രത്തോളമെന്ന് നാം മനസ്സിലാക്കണം. മറ്റൊരു സമൂഹവും ഇതിനൊപ്പം വളരുന്നുണ്ട്, മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന സ്ത്രീ. ഇന്ന് പല കഥാപാത്രങ്ങളായിട്ടാണ് പുരുഷന്മാർ ഈ സ്ത്രീകളെ കാണുന്നത്. അടുക്കളയിൽ തേഞ്ഞു തീരുന്ന ഒരു മൾട്ടി പർപ്പസ് ഉപകരണം, ജീവിതം മുഴുവൻ കരഞ്ഞു തീർക്കേണ്ട ഒരു കഥാപാത്രം, അടി കൊടുത്താൽ നന്നാവുന്നവൾ, കമ്പോളത്തിലെ കാഴ്ചപ്പണ്ടം, ഏതു പുരുഷനെയും വലിയ കെണിയിൽ വീഴ്ത്തുവാൻ കെൽപ്പുള്ളവൾ. ഇത്തരത്തിലുള്ള പ്രതിച്ഛായകൾ ആവർത്തിച്ച് മാധ്യമങ്ങൾ ആഘോഷിക്കുമ്പോൾ ആവർത്തിച്ചുള്ള ഈ കാഴ്ചയിലൂടെ മനസ്സിൽ രൂപപ്പെടുന്ന സജഷനിലൂടെ മാധ്യമത്തിലെ സ്ത്രീ ഒരു ഭദ്രകാളിയെ പോലെ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. സ്ത്രീകൾക്കിടയിൽ വരുന്ന അക്രമവാസനയെ പറ്റിയുള്ള ചർച്ച നമ്മുടെ സമൂഹത്തിൽ തുടങ്ങിയിട്ട് ഏതാനും നാളുകളായി. എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് നേരെയുള്ള
അതിക്രമങ്ങൾ ഇത്രയേറെ വർദ്ധിക്കുന്നത് എന്നതിനെപ്പറ്റി ഒരു കേരള പഠനം വായിക്കാനിടയായി. കേരളീയ സമൂഹത്തിൽ സ്ത്രീക്കുണ്ടാകുന്ന മുന്നേറ്റത്തെ പറ്റിയുള്ള പഠനത്തിൽ കേരളീയ കുടുംബാന്തരീക്ഷത്തിൽ വളരെയധികം വ്യത്യാസങ്ങൾ കണ്ടു തുടങ്ങി. ഗൃഹജോലികൾ പങ്കിടാൻ പുരുഷൻ തയ്യാറായി. പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പുരുഷൻ സ്ത്രീയെ കൂടെ സഹകരിപ്പിക്കുന്ന അവസ്ഥയുണ്ടായി. എന്നാൽ സ്ത്രീയുടെ സുരക്ഷിതത്വം നഷ്ടപ്പെട്ടു എന്നുള്ള വലിയ ദുരന്തം നമ്മുടെ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്തം തന്നെയാണ്. എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് നേരെയുള്ള കടന്നാക്രമണങ്ങളും സ്ത്രീകൾക്ക് നേരെയുള്ള പീഡനങ്ങളും സ്ത്രീകൾക്ക് നേരെയുള്ള ഇത്തരം ക്രൂരകൃത്യങ്ങളും ദൈനംദിനം വർദ്ധിച്ചു വരുന്നത് എന്നതിനെപ്പറ്റി ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്, മാധ്യമങ്ങളുടെ ഈ ആഘോഷം പുരുഷന്റെ മനോഭാവത്തെ മാറ്റിക്കളഞ്ഞു. സ്ത്രീയുടെ പ്രലോഭനകരമായ വസ്ത്രധാരണം ഇതിലൊരു കാരണമായി. ദരിദ്രരായ ആളുകളെല്ലാം പെൺകുഞ്ഞിനെ വിവാഹം എന്നുള്ള ഒരൊറ്റ സംഭവം മാത്രം പഠിപ്പിച്ചു തുടങ്ങി. എന്നാൽ പെൺകുട്ടികൾ ഇത്രമാത്രം പീഡിപ്പിക്കപ്പെടുന്നതിൽ, വേദനിക്കപ്പെടുന്നതിൽ, ഇത്രമാത്രം അഭ്യസ്ത വിദ്യരുടെ നാട്ടിൽ ഹീനമായ ഇത്തരം പ്രശ്നങ്ങളുടെ മുമ്പിൽ കാണാതെ പോകുന്ന പെൺകുട്ടികളുടെ എണ്ണം കൂടുന്നു എന്നുള്ളതും നാം വളരെയേറെ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. കേരളത്തിൽ കാണാതെയാകുന്ന കുട്ടികളൊക്കെ കണ്ടെത്താനാകാത്ത സ്ഥലങ്ങളിലേക്ക് നഷ്ടപ്പെടുന്നു എന്നുള്ളത് വളരെ വേദനയോടെ നാം കാണേണ്ട കാര്യമാണ്. കാണാതാകുന്ന പെൺകുട്ടികളെ പറ്റി പറയുമ്പോൾ നമ്മൾ സ്ത്രീജനങ്ങൾ 3 കാര്യം ഓർത്തിരിക്കണം. എന്തുകൊണ്ടാണ് നമ്മുടെ പെൺമക്കൾ വീട് വിട്ടിറങ്ങിപ്പോകുന്നത്? ഒന്ന്, പെൺകുട്ടിയുടെ അതിര് കവിഞ്ഞ ആത്മവിശ്വാസം. രണ്ടാമത്, മുന്നറിയിപ്പുകളെ അവഗണിക്കുന്ന സ്വഭാവം. മൂന്നാമത്, ജീവിതത്തിലെ സാധ്യതകളെ തള്ളിക്കളയുന്ന സ്വഭാവം. ഈ സംഭവങ്ങളൊന്നും എൻ്റെ വീട്ടിലല്ല നടക്കുന്നത് എന്ന് നാം ഇപ്പോൾ ആലോചിക്കും. എന്നാൽ നാം ചിന്തിക്കേണ്ടത് ഇതെൻ്റെ വീട്ടിലും സംഭവിച്ചേക്കാം. കേരളം ആഘോഷപൂർവ്വം കൊണ്ടു നടന്ന സൂര്യനെൽവി പെൺകുട്ടി വിശുദ്ധ മാമോദീസ ഏറ്റ പെൺകുട്ടിയാണ്. വർഷങ്ങൾക്ക് ശേഷം പിന്നെയും ആ വിഷയം കോളിളക്കമുണ്ടാക്കിയപ്പോൾ നാം ചിന്തിക്കേണ്ടത്, നാളെ ഈ സമൂഹത്തിൽ ഇത്തരം ഒരു സംഭവം നമ്മുടെ പെൺകുട്ടിക്ക് ഉണ്ടായിക്കൂടാ. സ്ത്രീയുടെ ബാഹ്യമായ വ്യക്തിത്വത്തെ മാത്രം ഉയർത്തി കാണിക്കുമ്പോഴാണ് ഇത്തരം പീഡനങ്ങളുടെ സംഭവ പരമ്പര തന്നെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നത്. അന്യ സംസ്ഥാനങ്ങളിലേക്ക് പഠിക്കാൻ പോകുന്ന നമ്മുടെ പെൺകുട്ടികൾ എന്താണ് അവരുടെ ഉള്ളിലിരിപ്പ് എന്ന് നാം ചിന്തിക്കാറുണ്ടോ? ബാഹ്യ കേരള ഭദ്രാസനങ്ങളിൽ ശുശ്രൂഷിക്കുന്ന വൈദികർക്കും ബിഷപ്പുമാർക്കും വാതോരാതെ ഈ വിഷയം അവതരിപ്പിക്കാനുണ്ടാവും. ഏറ്റവും ശ്രദ്ധയോടെ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ് ലവ് ജിഹാദുകൾ. ലവ് ജിഹാദുകൾ എന്ന് പറയുന്നത് പ്രണയം നടിച്ചുകൊണ്ട് തീവ്രവാദത്തിലേക്ക് പെൺകുട്ടിയെ ആനയിക്കുക. ആരെയും പേരെടുത്തു പറയാൻ ഞാൻ ആക്ഷേപിക്കുന്നില്ല എങ്കിലും ഓർത്തഡോക്സ് സഭയുടെ ദിവ്യബോധനവും സമാജങ്ങളും ഒക്കെ സംബന്ധിച്ചിരിക്കുന്ന ഏതാനും പെൺകുട്ടികൾക്കും ഇത്തരത്തിലുള്ള ദുരന്തം സംഭവിച്ചു എന്നുള്ളത് പരക്കെ ഇപ്പോൾ സംസാര വിഷയമാണ്. പ്രണയം നടിച്ചുകൊണ്ട് ജീവിതത്തിലെ ആഡംബരങ്ങളുടെ, ജീവിതത്തിലെ ധാരാളിത്തത്തിൻ്റെ ഒരു വലിയ മുഖം തുറന്നു കാണിച്ചുകൊണ്ട് പ്രലോഭിപ്പിച്ച് പെൺകുട്ടികൾ അന്യമതസ്ഥരെ വിവാഹം കഴിക്കുകയും അവർ തീവ്രവാദ സംഘടനകളിലെ കണ്ണികളായി മാറുകയും ചെയ്യുന്ന സംഭവം നമ്മുടെ സമൂഹത്തിലും ഉണ്ട് എന്ന് നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെ ആധുനിക സ്ത്രീയുടെ പ്രശ്നങ്ങളാണ് എങ്കിൽ ഈ പ്രശ്നങ്ങളെ വളരെ ശ്രദ്ധയോടുകൂടി, വളരെ നൈർമല്യത്തോടുകൂടി നാം കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ഐക്യരാഷ്ട്രസഭ പറയുന്നത്, സ്ത്രീക്ക് നേരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ സ്ത്രീയും പുരുഷനും ഒന്നിച്ച് കൈകോർത്താൽ മാത്രമേ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് മാറ്റിമറിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. 2005 സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമത്തിനെതിരെ ഒരു നിയമം ഇവിടെ വന്നു എങ്കിലും ഈ നിയമത്തിൻ്റെ പഴുതിലൂടെ കുറ്റവാളികൾ രക്ഷപ്പെടുന്നു എന്നുള്ളത് പത്രമാധ്യമങ്ങളിലൂടെ തന്നെ നിങ്ങൾക്ക് അറിയാൻ കഴിയുന്ന വസ്തുതയാണ്. ഗാർഹിക പീഡനം ഇന്നും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. സ്വർണത്തിന് വില കുറഞ്ഞ സമയത്ത്
പെൺമക്കളുള്ള അമ്മമാരോടൊക്കെ പെണ്ണുങ്ങൾ കുശലം ചോദിച്ചു, സ്വർണം വാങ്ങി വെച്ചിട്ടുണ്ടോ? ഇന്നും ഇത്തരത്തിലുള്ള ചിന്താഗതികൾ നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല. സ്ത്രീയുടെ പിതൃസ്വത്ത് അവകാശം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. മേരി റോയിയാണ് ഈ കേസിന് വേണ്ടി മുന്നിട്ട് ഇറങ്ങിയതെങ്കിലും ഈ സഭയിലാണ്, ഈ ക്രിസ്തീയ സഭയിലാണ് ഇതിൻ്റെ ഉപഭോക്താക്കൾ ഏറെ ഉണ്ടായിരുന്നിട്ടും പിതൃസ്വത്ത് അവകാശത്തിന് വേണ്ടി ഒരു വാക്കുപോലും ക്രിസ്തീയ സഭകൾ മിണ്ടിയില്ലെന്നുള്ളത് വളരെ വേദനയോടെ നാം സ്ത്രീജനങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. മേരി റോയ്ക്ക് മുമ്പ് തന്നെ നസ്രാണിയായ ഒരു സ്ത്രീ തന്നെ കോടതിയിൽ പറഞ്ഞൊരു വാക്യം ഞാൻ ഓർക്കുന്നു. അവരവിവാഹിതയായിരുന്നു. കോടീശ്വരനായ പിതാവിൻ്റെ 5000 രൂപയുടെ അവകാശമേ മകൾക്കുള്ളൂ. പക്ഷേ അന്നത്തെ കുടികിടപ്പുകാരന് 50,000 രൂപയുടെ വസ്തു കൊടുത്തു. മകൾ കോടതിയിൽ പറഞ്ഞു, അപ്പൻ്റെ കുടികിടപ്പുകാരനായിട്ടെങ്കിലും എന്നെ പരിഗണിച്ച് എനിക്കെൻ്റെ പിതൃസ്വത്തിൻ്റെ ഒരവകാശം നൽകണം. ഇവിടെ സ്ത്രീകളെ ആരെയും പുരുഷനെതിരായിട്ടോ കുടുംബങ്ങൾക്കെതിരായിട്ടോ ഞാൻ തിരിക്കുകയല്ല. സ്ത്രീയുടെ അവകാശമാണ് പിതൃസ്വത്ത് എന്ന് പറയുന്നത്. ദൈവസന്നിധിയിൽ സ്ത്രീയും പുരുഷനും ഒരുപോലെയാണ്. ഒരച്ഛൻ തൻ്റെ ജീവിതത്തിൻ്റെ നല്ല പങ്കും അധ്വാനിച്ചത് മുഴുവൻ 23-25 വയസ്സാകുമ്പോൾ ഒരു മകൾക്ക് കൊടുത്ത് ദരിദ്രനായി തീരേണ്ട സംഗതി ഇന്ന് സമൂഹത്തിലില്ല. എന്നാണോ മകന് പിതൃസ്വത്ത് കൊടുക്കുന്നത് അന്ന് മകൾക്കും ഒരു പിതൃസ്വത്ത് നൽകുന്ന ഒരു നിയമം ഇന്നിവിടെയുണ്ട്. അതിനുവേണ്ടി കാത്തിരിക്കുവാൻ പെൺമക്കൾ തയ്യാറാവണം. മാത്രമല്ല, പെൺമക്കൾക്കും വൃദ്ധരായ മാതാപിതാക്കളെ നോക്കുന്നതിനുള്ള വലിയ ഒരു ധാർമ്മിക ഉത്തരവാദിത്വം ഈ പിതൃസ്വത്ത് അവകാശത്തിലൂടെ ലഭിക്കും. ഇവിടെ വൃദ്ധമന്ദിരങ്ങൾ ഉയരേണ്ടി വരില്ല. അതുകൊണ്ട് തന്നെ ഈ സ്ത്രീകൾ കൂടുന്ന സമ്മേളനങ്ങളിൽ നമ്മുടെ സമൂഹം ഇതിനെപ്പറ്റി വ്യക്തമായിട്ട് ചിന്തിക്കുക തന്നെ വേണം. ഏതാണ്ട് 23-25 വർഷം വളർത്തി തങ്ങളുടെ സ്വത്തിൻ്റെ ഒരു ചെറിയ വിഹിതവുമായി മകളെ പറഞ്ഞയക്കുകയും ഏതെങ്കിലും ഒരു ബാങ്കിൽ അത് ഡെപ്പോസിറ്റായിട്ട് കിടക്കുകയും അവൾ തൻ്റെ അമ്മ ചെയ്ത അതേ കർമ്മം തുടരുകയും ചെയ്യുമ്പോൾ അപ്പൻ്റെ 23 വർഷത്തെ അധ്വാനത്തിനോട് ഒരു മകൾക്കും അത്ര വലിയ ആദരവൊന്നും തോന്നാനിടയില്ല. അതുകൊണ്ട് തന്നെ ഒരു കുടുംബത്തിൻ്റെ വീതം എപ്പോൾ വെക്കുന്നുവോ ആ പിതൃസ്വത്തിൽ മകൻ എത്രമാത്രം അവകാശമുണ്ടോ ആ അവകാശ സമയത്തു മാത്രം അപ്പൻ്റെ മുമ്പിൽ കൈനീട്ടാൻ ഒരു മകൾക്കും അവകാശമുള്ളൂ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ മാതാപിതാക്കളെ വീതം വയ്ക്കുന്ന ദുഷിച്ച ആചാരം നമ്മുടെ ഇടയിൽ നിന്ന് ഇല്ലാതാവും. മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്, ബുദ്ധി മരവിച്ച വിഡ്ഢിയായ ശരീരമുള്ള ഒരു സ്ത്രീയെ തിരക്കുന്ന യുവാക്കളോടാണ്. ഇന്ന് വിവാഹമോചനങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നതിനെപ്പറ്റി പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി തന്നെ സൂചിപ്പിക്കുകയുണ്ടായി. ഈ ശനിയാഴ്ച ദേവലോകത്ത് നാം പെൺമയുടെ നന്മ അന്വേഷിക്കുകയാണ്. ഈ പെൺമയുടെ നന്മ അന്വേഷിക്കുമ്പോൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ഓരോ പെൺകുട്ടിയും ചിന്തിക്കേണ്ടതായിട്ടുണ്ട്, എനിക്ക് ഒരു ഹൃദയവും എനിക്ക് ഒരു തലച്ചോറുമുണ്ട്. ബുദ്ധി മരവിച്ച ശരീരം മാത്രമുള്ള തലച്ചോറ് പാടില്ലാത്ത ഒരു സ്ത്രീയെയാണ് ഇന്നും വിപണിക്ക് ആഗ്രഹം. ഇത്തരം ഒരു വിപണിയിലെ കാഴ്ചപ്പണ്ടമായി ഒരിക്കലും നമ്മുടെ പെൺമക്കൾ വളർന്നുകൂടാ. സ്ത്രീ പീഡനം എന്ന് പറയുന്നത്, ഒരു സ്ത്രീയുടെ കണ്ണുനീരെന്ന് പറയുന്നത് സ്വന്തം വീടിന് തന്നെയുള്ള തീ കൊളുത്തലാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ ഇടയിലെ അധാർമികതയും സ്ത്രീകളുടെ ഇടയിലെയും തൻ്റെ ഇടം വർദ്ധിച്ചു വരികയും ഇവിടെ പുതിയ തലമുറയ്ക്ക് ഒത്തൊരുമിച്ചു പോകാൻ ബുദ്ധിമുട്ടുണ്ടാകുകയും അമേരിക്കയിലെ കോഹാബിറ്റേഷൻ എന്ന സഹവാസത്തെപ്പറ്റി ഏറ്റവും പുതിയ തലമുറ ചിന്തിച്ചു തുടങ്ങുകയും ചെയ്യുന്നത് വളരെ ഭീതിജനകമായ കാഴ്ചയാണ്. ആധുനിക സ്ത്രീയുടെ ഭാവങ്ങളെപ്പറ്റി പറയുമ്പോൾ വളരെയധികം നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ സമൂഹത്തിൽ, ഈ സമാജത്തിൻ്റെ മീറ്റിങ്ങിൽ പുത്തൻ തലമുറയുടെ പ്രാതിനിധ്യം കുറഞ്ഞു പോയതിൽ എനിക്കുൾപ്പെടെയുള്ള സ്ത്രീ സമൂഹത്തിന് കുറ്റബോധമുണ്ടാവണം. നമ്മുടെ സമാജങ്ങളിലും യുവതികളുടെ എണ്ണം വളരെ കുറവാണ്. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ വിചാരം തലനരച്ച അമ്മമാർക്ക് മാത്രമാണ് ഈ സമാജവും അതിൻ്റെ പ്രവർത്തനങ്ങളുമെന്ന. പ്രായം ഇത്രയേറെ ആയിട്ടും വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്ന ആവേശമോ അതിനോടുള്ള ആത്മാർത്ഥതയോ ഒന്നും
മലങ്കര സഭയിലെ അമ്മമാരുടെ കൂട്ടായ്മയോട് അനുഭവപ്പെടാത്തതിൽ എനിക്കും വ്യക്തിപരമായിട്ട് കുറ്റബോധമുണ്ട്. നമ്മുടെ യുവതികളായ സ്ത്രീകളോടാണ് ഇനി നമുക്ക് സംസാരിക്കേണ്ടതുള്ളത്. കാരണം അവർ നമ്മിൽ നിന്ന് വളരെ വ്യത്യസ്തരായി കഴിഞ്ഞു. 45 വയസ്സിൽ നാം ചിന്തിച്ച പല കാര്യങ്ങളും അവർ 25 വയസ്സിൽ ചിന്തിച്ചു തുടങ്ങി. 40 വയസ്സ് കഴിയുമ്പോൾ ഏതൊരു സ്ത്രീയും ചിന്തിക്കും, എൻ്റെ ജീവിതത്തിൻ്റെ രീതി മറ്റൊരു വഴിക്കും ആകാമായിരുന്നു, ഞാൻ ഈ ജീവിതത്തെ വേറൊരു രീതിയിൽ കൊണ്ടുപോകാമായിരുന്നു, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇത്തരം ചില മേഖലകൾ കൂടി ഉണ്ടായിരുന്നു. ഇത് 40 വയസ്സ് കഴിഞ്ഞ സ്ത്രീയാണ് ചിന്തിക്കുന്നതെങ്കിൽ താൻ പോകേണ്ട വഴിയെപ്പറ്റി 25 വയസ്സിൽ തന്നെ തീരുമാനമെടുക്കുന്ന പുത്തൻ തലമുറയാണ് നമുക്കുള്ളത്. പലപ്പോഴും നാം ചിന്തിക്കാറുണ്ട്, ഇവളുടെ മനസ്സിൽ എന്താണ്, ഇവൾ ഏത് ലോകത്തിലേക്കാണ് പോകുന്നത്, ഇവൾക്ക് എന്താണ് സമൂഹത്തോട് പറയാനായിട്ടുള്ളത്. സ്ത്രീ അവളുടെ യാത്രകൾ അവളുടെ ഉള്ളിലേക്ക് നടത്തുകയാണ്. അവളുടെ സ്വത്വം അന്വേഷിക്കുകയാണ്. ഞാൻ ആരാണെന്ന് അവൾ അന്വേഷിച്ചു തുടങ്ങി. മറ്റത് നീ ഒരു പെണ്ണാണ് എന്നുള്ള വാക്കുകൾ ഓരോ ദിവസവും കേട്ട് വളർന്നവളാണ് നമ്മുടെ തലമുറയെങ്കിൽ, ഞാൻ എൻ്റെ ഉള്ളിലേക്ക് തിരിഞ്ഞ് ഞാൻ ആരാണ് എന്ന് ചിന്തിച്ചു തുടങ്ങിയവരാണ് ഇന്ന് നമ്മുടെ വീട്ടിലുള്ള പെൺമക്കൾ. സുഗതകുമാരി ടീച്ചർ പെണ്ണല്ലയോ പെണ്ണിനുടയോൻ ദുഃഖമല്ലയോ എന്ന് പാടിയെങ്കിൽ ഇന്ന് പുതിയ പെൺകുട്ടികളാരും കരയാൻ തയ്യാറല്ല. കണ്ണുനീരിൽ അവർക്ക് വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. അവർക്ക് അവരുടേതായ ഒരു നിലനിൽപ്പുണ്ട്. അവരവരുടെ ഉള്ളിലേക്കുള്ള യാത്രകൾ നടത്തിയിട്ട് ഈ സമൂഹത്തിൻ്റെ സദാചാര നിഷ്ഠകളെയും നിയമസംഹിതകളെയും കൂസലില്ലാതെ അവഗണിച്ചുകൊണ്ട് കാര്യശേഷിയോടെ പ്രശംസയോടെ ആത്മശേഷിയോടെ നടന്നു നീങ്ങുന്ന കാഴ്ചയാണ് നാം ഇവിടെ കാണുന്നത്. ഇത്തരം സ്ത്രീകളുടെ ആത്മീയ ലോകം എന്തായിരിക്കുമെന്ന് വളരെ ഗൗരവമായിട്ട് തന്നെ ഇത്തരം സ്ത്രീ കൂട്ടായ്മകളിൽ ചർച്ച ചെയ്തു തുടങ്ങണം. ഈ സ്ത്രീ സമാജത്തിൻ്റെ ഒഴിഞ്ഞുകിടക്കുന്ന കസേരകളിൽ ഇരിക്കേണ്ട സ്ത്രീകളുടെ മനോഗതം എന്ത് എന്ന് വളരെ ഗൗരവത്തോടുകൂടി ചിന്തിച്ചില്ല എങ്കിൽ ഈ പ്രസ്ഥാനത്തിൻ്റെ 25 വർഷം കഴിഞ്ഞുള്ള കോൺഫറൻസ് എങ്ങനെയാവും എന്ന് നാം ചിന്തിക്കണം. ഇന്നലെ തന്നെ മേരി മിസ് പറയുകയുണ്ടായി, ഒരു ഭവന സന്ദർശനത്തിനിടയിൽ അവിടുത്തെ പുതിയ തലമുറയിലെ സ്ത്രീയെ ക്ഷണിച്ചപ്പോൾ വെറുതെ എന്തിനാണ് എന്നുള്ള മറുപടി പറഞ്ഞു എന്ന്. ഇത്തരം ചിന്തിക്കുന്ന ഒരു സ്ത്രീ സമൂഹം വളരെ ശക്തമായി നമ്മുടെ വീടുകളിൽ വളരുന്നു എന്ന് നാം ചിന്തിക്കണം. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അതിജീവനത്തിൻ്റെ വഴികൾ എന്താണെന്ന് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു അവരുടെ മനസ്സിലൊരു ഉറച്ച തീരുമാനം തന്നെയുണ്ട്. ഞാൻ ഓർക്കുന്നു, തസ്ലീമ നസ്ൽ എന്ന് പറയുന്ന ബംഗ്ലാദേശ് എഴുത്തുകാരിയുടെ അന്തസ്സുള്ള നുണകൾ എന്ന് പറഞ്ഞൊരു പുസ്തകം വായിക്കാനിടയായി. സ്കൂൾ ലൈബ്രറിയിലേക്ക് വാങ്ങിയതാണ് ഈ അന്തസ്സുള്ള നുണകൾ. തസ്ലീമ നസ്ലിനെ നിങ്ങൾക്കറിയാം. ബംഗ്ലാദേശിൽ വളരെ ശക്തമായിട്ട് ശബ്ദമുയർത്തി അവിടെ നിന്നും പുറത്താക്കപ്പെട്ട് നമ്മുടെ രാജ്യത്തിലേക്കും പലായനം ചെന്ന് വന്ന് താമസിച്ച ധൈര്യവതിയായ ഈ നൂറ്റാണ്ടിലെ എഴുത്തുകാരിയെ. അതുകൊണ്ട് തന്നെ അവരുടെ അന്തസ്സുള്ള നുണകൾ എന്ന പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ പുസ്തകം സ്കൂൾ ലൈബ്രറിയിൽ സൂക്ഷിക്കേണ്ടതില്ല. ഞാനതെൻ്റെ വീട്ടിലെ പുസ്തകങ്ങൾക്കിടയിലാണ് സൂക്ഷിച്ചതെങ്കിലും ഏതോ സംഭാഷണത്തിനിടയിൽ സമർത്ഥയായ പെൺകുട്ടി എന്നോട് സംസാരിക്കുകയുണ്ടായി, ടീച്ചർ, അന്തസ്സുള്ള നുണകളിലെ ചുമൂർ എത്ര മിടുക്കിയാണ്. ഹരുൺ എന്ന അവളുടെ ഭർത്താവിനോട് എത്ര ഭംഗിയായിട്ടാണ് അവൾ പ്രതികാരം വീട്ടിയിരിക്കുന്നത്. ഈ 16 വയസ്സിൻ്റെ കുഞ്ഞു മനസ്സിൽ ചുമൂറിൻ്റെ പ്രതികാരം ഇത്രമാത്രം സ്വാധീനം ചെലുത്തിയെങ്കിൽ ഞാൻ ഒളിച്ച പൊച്ച പുസ്തകങ്ങൾക്ക് എന്ത് പ്രസക്തിയാണെന്ന് ഞാൻ ചിന്തിക്കുകയുണ്ടായി. ന്യൂ ജനറേഷൻ സിനിമകളെപ്പറ്റി നാം കേൾക്കാറുണ്ട്. എന്താണ് പുതിയ തലമുറയുടെ സിനിമ എന്നറിയാൻ ഞാനൊരു സിനിമ കണ്ടു വീട്ടിലിരുന്ന്. ആ സിനിമയിൽ ഒരു രംഗം കണ്ടു. തനിക്കിഷ്ടപ്പെട്ട വരൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന പെൺകുട്ടിയുടെ മുമ്പിൽ ഒരു കന്നാസ് നിറയെ മണ്ണെണ്ണ ദേഹത്തോട്ടൊഴിച്ച് അച്ഛൻ ആത്മഹത്യാ ഭീഷണി മുഴക്കിയപ്പോൾ
ഇറങ്ങിപ്പോകുന്ന കൊച്ചു പെൺകുട്ടി ഒരു തീപ്പെട്ടി എടുത്ത് അച്ഛൻ്റെ നേരെ ഇട്ട് കൊടുത്തിട്ട് ഇറങ്ങിപ്പോകുന്നു. ഇതൊരു ഞായറാഴ്ച സിനിമയിൽ കണ്ടത് തിങ്കളാഴ്ച ഞാൻ ക്ലാസ്സിൽ കുട്ടികളുടെ മുമ്പിൽ അവതരിപ്പിച്ചു. ഇന്നലെ കണ്ട സിനിമ എത്ര വേദനാജനകമായിരുന്നു. നിങ്ങളുടെ ന്യൂ ജനറേഷൻ സിനിമ എന്താണെന്നറിയാൻ ടീച്ചർ ഒന്ന് കണ്ടു. പക്ഷേ വീട് വിട്ടിറങ്ങിപ്പോകുന്ന പെൺകുട്ടിയുടെ മുമ്പിൽ ആത്മഹത്യാ ഭീഷണി ഒരുക്കുന്ന അച്ഛൻ്റെ മുമ്പിലേക്ക് തീപ്പെട്ടി ഇട്ട് കൊടുത്തു പോകുന്ന പെൺകുട്ടിയുടെ ഒരു ചലച്ചിത്രമാണെങ്കിലും വളരെ ഹൃദയഭേദകമായി എന്ന് തോന്നി പറഞ്ഞപ്പോൾ ക്ലാസ്സിലിരുന്ന പുതിയ തലമുറയിലെ പെൺകുട്ടികൾക്കാർക്കും അത് വലിയ അതിശയമായിട്ടൊന്നും തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ പെൺകുഞ്ഞുങ്ങളുടെ മനസ്സിൽ എന്താണ് ഇവർ ചിന്തിക്കുന്നത്, ഏതു വഴിക്കാണ് ഇവർ നീങ്ങുന്നത്, ഇവരെ എങ്ങനെയാണ് വിശ്വാസത്തിൻ്റെയും മൂല്യങ്ങളുടെയും പാഠം നാം പറഞ്ഞു കൊടുക്കേണ്ടത് എന്ന് ഗൗരവമായ ചർച്ച നമ്മുടെ ഇടയിൽ ഉണ്ടാവണം. നമ്മുടെ സമാജത്തിൻ്റെ പ്രവർത്തനങ്ങൾ കേവലം പ്രാർത്ഥനയിലും ഏതാനും അംഗങ്ങളുടെ കൂട്ടായ്മയിലും പേരിനു മാത്രമുള്ള നമ്മുടെ ചാരിറ്റി ശുശ്രൂഷയിലും മാത്രം ഒതുങ്ങാതെ പുതിയ തലമുറയ്ക്ക് വേണ്ടി അരയും കയ്യും മുറുക്കി അരയും മെയ്യും സജ്ജമാക്കി അവരെപ്പറ്റി ചിന്തിച്ചില്ല എങ്കിൽ കോർത്തുപിടിക്കാത്ത ഈ കൈകൾക്കിടയിലൂടെ അവർ വഴുതിപ്പോകുമെന്നുള്ള ദുഃഖസത്യം നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കുടുംബ വ്യവസ്ഥിതിയെയും സാമൂഹിക നീതിയെയും മറികടന്നുകൊണ്ടാണ് ഇന്ന് നമ്മുടെ നാട്ടിലെ പെൺ സൗഹൃദങ്ങൾ. തീവ്രവാദത്തിൻ്റെ ലോകത്ത് മുതൽ വലിയ വൻകിട തട്ടിപ്പിൻ്റെ ലോകത്തു വരെ യാതൊരു കൂസലുമില്ലാതെ സ്ത്രീജനങ്ങൾ നടന്നു നീങ്ങുമ്പോൾ വളരെ ഗൗരവത്തോടെ വേദനയോടെ നാം നമ്മുടെ പ്രവർത്തനങ്ങളെപ്പറ്റി ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഈ പോകുന്ന സ്ത്രീകളിൽ ഒരാളിൽ പരിശുദ്ധാത്മ അഭിഷേകത്തിൻ്റെ വിശുദ്ധ മാമോദീസ ഏറ്റവരാണ് എങ്കിൽ നമ്മുടെ ശുശ്രൂഷയുടെ നമ്മുടെ ശക്തിയുടെ പ്രസക്തി എവിടെ എന്ന് നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് സമാജത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ വളരെ ക്രിയാത്മകമായ മാറ്റങ്ങൾ നാം വരുത്തേണ്ടതായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അക്കമ്മ കൊച്ചമ്മയും മേരി മാത്യു ടീച്ചറും ഒക്കെ ഇതിൻ്റെ ജനറൽ സെക്രട്ടറിമാരായി കടന്നു വന്നപ്പോൾ കാലോചിതമായ പല മാറ്റങ്ങളും നമ്മുടെ സ്ത്രീജനങ്ങൾക്കിടയിൽ വന്നു എങ്കിലും യുവതീ സമാജത്തിലെ ഒരു വലിയ പങ്കിനെ ഈ സമൂഹത്തിലേക്ക് ആനയിക്കേണ്ട ശക്തമായ സമയം അതിക്രമിച്ചിരിക്കുകയാണ്. നമ്മളിൽ ആര് വലുത് ആര് ചെറുത് എന്ന മത്സരം കൂടാതെ പരസ്പരം പൊറുത്തും ക്ഷമിച്ചും നമുക്ക് കിട്ടിയ ദൈവവിളിയുടെ ഗൗരവം ബോധപൂർവം നാം ചിന്തിച്ചു തുടങ്ങിയില്ല എങ്കിൽ നാം വളരെയേറെ കരയേണ്ട ദിനങ്ങൾ വന്നു കഴിഞ്ഞു. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, സ്വന്തം ഉള്ളിലേക്ക് യാത്ര ചെയ്യുന്ന സദാചാര മൂല്യങ്ങളെയും നിയമസംഹിതകളെയും കൂസാതെ നടക്കുന്ന പുതിയ തലമുറയിലെ വലിയ ഒരു ജനസമൂഹത്തെ, വലിയ ഒരു സ്ത്രീ സമൂഹത്തെ ഇടവക തലങ്ങൾ മുതൽ സഭയുടെ കേന്ദ്ര തലം വരെ ഈ സമാജത്തിലേക്ക് ഉൾക്കൊള്ളിക്കേണ്ടതായിട്ടുണ്ട്. യുവജന സമാജത്തിനൊപ്പം യുവതീ സമാജത്തിൻ്റെ വിരലിലെണ്ണാവുന്ന ഏതാനും പ്രവർത്തകരെയാണ് ആനുവൽ കോൺഫറൻസിലൊക്കെ കാണുവാനായിട്ട് കഴിഞ്ഞത്. ചില ഭദ്രാസനങ്ങളിൽ യുവതീ സമാജം എന്ന പേരിൽ സമാജത്തിന് പാരലായിട്ട് സംഘടനകൾ വർത്തിക്കുന്നുണ്ട് എങ്കിലും ഈ 25 വയസ്സിനും 45 വയസ്സിനും ഇടയ്ക്കുള്ള വലിയൊരു സ്ത്രീ സമൂഹം ഒന്നിലും പെടാതെ ഒറ്റപ്പെട്ടു നിൽക്കുന്ന കാഴ്ച ഒരു വെല്ലുവിളിയായി തന്നെ മർത്തമറിയ സമാജം കാണുകയും നമ്മുടെ പ്രവർത്തന പന്ഥാവിൽ പുതിയ കൈവഴികൾ ഒരുക്കി അവരെ ഈ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളിക്ക് അനുസൃതമായി വളർത്തിയെടുക്കുകയും ചെയ്യേണ്ട ധാർമ്മികമായ ഉത്തരവാദിത്വം നമുക്കുണ്ട്. സ്ത്രീയുടെ കരുത്തുറ്റ മുഖങ്ങളെപ്പറ്റി ഞാൻ പറഞ്ഞു. ഇന്നിറങ്ങിയ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലും മലയാളത്തിലെ ശക്തയായ എഴുത്തുകാരിയായ സാറാ ജോസഫ് കത്തോലിക്ക സഭയ്ക്കെതിരെ വളരെ ആഞ്ഞടിച്ചുകൊണ്ടാണ് ഒരു ലേഖനം എഴുതിയിരിക്കുന്നത്. സാറാ ജോസഫിൻ്റെ ലേഖനങ്ങൾക്കും നോവലുകൾക്കുമെതിരെ കത്തോലിക്ക സഭയിൽ നിന്നും വളരെ ശക്തമായ വിലക്കുകളുണ്ട് എങ്കിലും ഒരു സാഹിത്യ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ എനിക്കറിയാം, സാഹിത്യ ലോകത്ത് സാറാ ജോസഫിൻ്റെ ലേഖനങ്ങളും നോവലുകളുമൊക്കെ പുതിയ തലമുറയ്ക്ക് വളരെ ഹിതകരമാണ്. സിസ്റ്റർ ജസ്മി കന്യാസ്ത്രീ മഠത്തിൻ്റെ മുഴുവൻ സംശുദ്ധിയും വലിച്ചെറിഞ്ഞ് പുറത്തിയെന്ന് ആമേൻ എന്ന പുസ്തകം എഴുതിയപ്പോൾ ഈ പുസ്തകങ്ങൾ കേരളത്തിൽ ചൂടപ്പം പോലെ വിറ്റുപോയി. എൻ്റെ ഒരു സഹോദരി ഒരു സ്റ്റാഫ് റൂമിലിരുന്ന
ഒരു സംസാരം എന്നോട് പറയുകയുണ്ടായി. അക്രൈസ്തവരായ ആളുകൾ ആമേൻ എന്ന പറഞ്ഞ പുസ്തകം മാറി മാറി കൈമാറി വായിച്ച് വളരെ പരസ്യമായിട്ട് തന്നെ നമ്മുടെ സന്യസ്തരെ വിമർശിക്കുകയാണ്. സന്യസ്തരുടെ ബ്രഹ്മചര്യവും സ്ത്രീകളുടെ പാതിവൃത്യവും എപ്പോഴും അവരെ അപമാനിക്കാനുള്ള ചട്ടുകമാണ് എന്നുള്ള കാര്യം നാം മറക്കുന്നില്ല. സറാ ജോസഫിൻ്റെ നോവൽ വായിച്ച നസ്രാണിയായ ഒരു പെൺകുട്ടി ഒരിക്കൽ എന്നോട് പറഞ്ഞു, ടീച്ചർ, സാറാ ജോസഫിൻ്റെ നോവലുകൾ കാലോചിതം തന്നെ. എന്താണ് കാര്യമെന്ന് ചോദിച്ചപ്പോൾ അവൾ പറയുകയാണ്, കന്യാസ്ത്രീ മഠത്തിൻ്റെ ഭിത്തികൾക്കുള്ളിൽ ദൈവത്തിന് വേണ്ടി ജീവിതം അർപ്പിച്ച കന്യാസ്ത്രീകൾ ഒരു ചോദ്യം ചോദിക്കുകയാണ്, എന്തുകൊണ്ട് ദൈവമേ നീ ഒരു പെണ്ണായി ജീവിച്ചില്ല? ദൈവം ഒരു പെണ്ണായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ പുതിയ ചിന്താഗതിക്കാർ നമ്മുടെ ഇടയിൽ വളർന്നു വരികയാണ്. ദൈവമേ നീ ഒരു പെണ്ണായിരുന്നെങ്കിൽ. നോവൽ ഞാൻ മുഴുവൻ വായിച്ചിട്ടുള്ളതാണ് എങ്കിലും നസ്രാണിയായ പെൺകുട്ടികൾ കിലുങ്ങി ചിരിച്ചുകൊണ്ട് എന്നോടൊരു വർത്തമാനം പറഞ്ഞു. 5 കന്യാസ്ത്രീകൾ പറഞ്ഞു, ഈ ജന്മം മുഴുവൻ നാം ദൈവത്തിന് കൊടുത്തതാ, നമുക്ക് 5 പേർക്ക് കൂടി ഒരു വിശുദ്ധ കുർബാന അർപ്പിച്ചാൽ എന്താണ് കുഴപ്പം? അപ്പവീഞ്ഞുകൾ കയ്യിലെടുക്കുന്നതിനെ വരെ വളരെ പുതിയ ചിന്താഗതിയിലൂടെ മാറ്റിമറിക്കുന്ന ഈ ചിന്ത കേരളത്തിൽ നിന്ന് മാത്രം ഉദിച്ചതല്ല. വളരെ ബോധപൂർവം ആഗോള തലത്തിൽ ഇത്തരത്തിലുള്ള ഒരു നീക്കമുണ്ട്. വളരെ നല്ല രീതിയിൽ നടന്നിരുന്ന നമ്മുടെ ആൺകുട്ടികളൊക്കെ ഇപ്പോൾ ഷേവ് ചെയ്ത് കഴിയുമ്പോൾ പ്രത്യേക സ്റ്റൈലിലാണ്, അവിടെ ഇവിടെയൊക്കെ ചിലത് ബാക്കി വെക്കും. ഇതെല്ലാം കാണുമ്പോൾ നമുക്കറിയാം അറേബ്യൻ നാട്ടിലെ ഒരു വലിയ ഫാഷനാണ് ഇവിടെ വരുന്നത്. എന്തിന്? നമുക്കും അറേബ്യൻ ഫുഡാണ് ഇഷ്ടം. ഇങ്ങനെ ലോകമൊട്ടുക്കും ബോധപൂർവം ഒരു വലിയ തീവ്രവാദ സന്ദേശം ഉയർന്നു വരുന്നുണ്ടോ എന്നുള്ളത് ക്രിസ്തീയ സമൂഹം വളരെ ശ്രദ്ധയോടെ നോക്കേണ്ട കാര്യമായി. നമ്മുടെ കുട്ടികളുടെ വേഷവിധാനങ്ങളിലും ഫാഷൻ ഭ്രമങ്ങളിലും ഈ അബോധപൂർവമായി തന്നെ ഈ സ്വാധീനമുണ്ടായാൽ നമ്മുടെ കുട്ടികളുടെ വിശ്വാസ ജീവിതത്തിലും മതജീവിതത്തിലും സഭാജീവിതത്തിലും താമസം കൂടാതെ ഇത്തരം ആശയങ്ങൾ കടന്നു കയറുമെന്നുള്ളതിനെ വളരെ ഗൗരവത്തോടുകൂടി തന്നെ നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. സ്ത്രീയുടെ ശരീരം പോലും ഒരു വിപണിയായി കണ്ടെത്തുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. ടൂറിസം എന്ന് പറയുന്ന കേരളത്തിൻ്റെ പുതിയ സാമ്പത്തിക പദ്ധതിയെപ്പറ്റി വളരെ വാചാലമായുള്ള ഡിസ്കഷൻ നടക്കുകയാണ്. അടുത്തിടയ്ക്ക് ആരോ പറഞ്ഞു, തീർത്ഥാടന കേന്ദ്രങ്ങളൊക്കെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാക്കണം. ഒരു വലിയ മണ്ടത്തരമായി, വലിയ ഒരു വിഡ്ഢിത്തരമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നുള്ളൂ. തീർത്ഥാടന കേന്ദ്രങ്ങൾ എന്നും തീർത്ഥാടന കേന്ദ്രങ്ങളാണ്. തീർത്ഥാടന കേന്ദ്രങ്ങൾ ഒരിക്കലും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളല്ല. കാരണം ടൂറിസത്തിൻ്റെ മറവിൽ ഇന്ന് കേരളത്തിൽ നടക്കുന്ന തിന്മയുടെ മ്ലേച്ഛതയുടെ കഥകൾ വളരെ സുദീർഘമാണ്. നളിനി ജമീല എന്ന് പറയുന്ന വേശ്യാസ്ത്രീ, അവരുടെ ആത്മകഥ കേരളത്തിൽ ഇറങ്ങിയത് 1 മാസം കൊണ്ട് വിറ്റ് തീർന്ന നാടാണിത്. ആ ആത്മകഥ റിലീസ് ചെയ്യാൻ, പ്രകാശനം ചെയ്യാനായി പോയത് കത്തോലിക്ക സഭയുടെ മേന്മയുള്ള ഒരു കോളേജിലെ പ്രിൻസിപ്പലായ സിസ്റ്റർ ജസ്മിയാണ്. സിസ്റ്റർ ജസ്മിയെ കത്തോലിക്ക സഭ പുറന്തള്ളിയെങ്കിലും ആരോരും അറിയാതെ ഒരു കോളേജിൻ്റെ ക്യാമ്പസിൽ ഒറ്റപ്പെട്ടിരുന്ന സ്ത്രീയെ ഇന്ന് കേരളത്തിൻ്റെ എല്ലാ കോണുകളിലേക്കും ആനയിക്കുവാൻ ഇവിടുത്തെ സാംസ്കാരിക നേതാക്കന്മാർ തയ്യാറായെങ്കിൽ അബോധപൂർവമായ ഒരു നീക്കം ബോധപൂർവമായ ഒരു നീക്കം നമ്മുടെ വിശ്വാസ സംഹിതകളിലേക്കും മൂല്യങ്ങളിലേക്കും വേട്ടയാടപ്പെടുന്നു എന്നുള്ള സംഗതി നാം ഓർക്കണം. സിസ്റ്റർ ജസ്മി റിലീസ് ചെയ്ത നളിനി ജമീലയുടെ പുസ്തകം കേരളത്തിൽ വിറ്റു തീർന്നപ്പോൾ കേരളത്തിലെ പുതിയ തലമുറയ്ക്ക് ഒരു വലിയ സന്ദേശം കൊടുത്തു. അല്ലയോ പെൺകുട്ടി, നിന്റെ ശരീരം പോലും ഒരു വിപണിയാണ് എന്നുള്ള തെറ്റായ സന്ദേശം പകർന്നു കൊടുത്തു എന്നുള്ളത് വളരെ വേദനയോടുകൂടി നാം ഓർക്കേണ്ടതാണ്. ഇവിടെ പെൺകുട്ടികളോട് നാം പറഞ്ഞു കൊടുക്കേണ്ട വലിയ സംഗതിയുണ്ട്. നർദീനിലെ തൈലം കൊണ്ട് ആപാദചൂടം കർത്താവിൻ്റെ മുമ്പിൽ തൻ്റെ പശ്ചാത്താപമായി സമർപ്പിച്ച മറിയാമിനെ കുറിച്ച് നാം പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുണ്ട്. നീ പാപം ചെയ്യരുത്, ദൈവം വസിക്കുന്ന വീടാണ് നിന്റെ ശരീരം വാടകയ്ക്ക് കൊടുക്കാനുള്ളതല്ല എന്ന് ഓരോ പെൺകുട്ടിയെയും പറഞ്ഞു കൊടുത്തില്ല എങ്കിൽ ടൂറിസത്തിൻ്റെ മറവിൽ ഇവിടെ വളരുന്നത് കോൺക്രീറ്റ് മന്ദിരങ്ങൾ മാത്രമല്ല, ടൂറിസത്തിൻ്റെ മറവിൽ ഇവിടെ നടക്കുന്നത് ഒരു വലിയ സ്ത്രീ സമൂഹത്തിൻ്റെ അപജയമാണ് എന്നുള്ള വസ്തുത നാം മറക്കരുത്.
ഇവിടെ ആത്മീയമായ മേഖലയിൽ സ്ത്രീയുടെ ഒരു മുന്നേറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആത്മീയ രംഗത്ത് സ്ത്രീയുടെ മുന്നേറ്റം വളരെ ശക്തമായിട്ട് തന്നെ നടന്നിരിക്കുകയാണ്. അതായത് സ്ത്രീ ഇവിടെ അവളിലൂടെ ദൈവത്തെ അന്വേഷിക്കുക. നമുക്കറിയാം, പണ്ടുകാലത്ത് വളരെ കുറച്ച് സ്ത്രീജനങ്ങൾ പ്രാർത്ഥനാ യോഗങ്ങളിലും മീറ്റിങ്ങുകളിലുമൊക്കെ നമ്മുടെ കൂട്ടായ്മകളിലുമൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിലെ ചെറിയ ചെറിയ പ്രാർത്ഥന കൂട്ടങ്ങളിലൂടെ വലിയ വലിയ ആൾദൈവങ്ങളായി മാറാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളുടെ എണ്ണം നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരികയാണ്. ആഗോളവൽക്കരണം ലോകത്തിന് സമ്മാനിച്ച മറ്റൊരു വലിയ ശാപമാണ് ആൾദൈവമാകാനുള്ള ശാപം. പ്രാർത്ഥനയിലൂടെ ഒരു വലിയ ശക്തി കിട്ടിയെന്ന് പറഞ്ഞ് ഞാനാണ് ദൈവമെന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന, എനിക്ക് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിയും, എനിക്ക് മന്ത്രങ്ങൾ പറയാൻ കഴിയുമെന്നുള്ള ഇത്തരം ആൾദൈവങ്ങളായ സ്ത്രീകളുടെ എണ്ണം ഇന്ന് നമ്മുടെ ആധുനിക സമൂഹത്തിൽ വളർന്നു വരുന്നുണ്ട്. പലപ്പോഴും പല അഭ്യസ്തവിദ്യരായ ആളുകളും ഞായറാഴ്ച ദിവസം ആരാധനയ്ക്കായി വിശുദ്ധ ദേവാലയത്തിലേക്ക് കടന്നു വരാതെ ഇത്തരം ആൾദൈവങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വളരെ ഗൗരവത്തോടുകൂടി നാം കാണേണ്ടതാണ്. ഈ അവസരത്തിൽ സ്ത്രീ ഓർക്കേണ്ടത് എന്താണ്? സ്ത്രീ അവളുടെ സ്വത്വത്തിൽ നിന്നുകൊണ്ട് തൻ്റേതായ രൂപത്തിലും ഭാവത്തിലും ദൈവത്തെ കണ്ടെത്താൻ കഴിയണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സ്ത്രീയുടെ മുന്നേറ്റം, സ്ത്രീയുടെ വളർച്ച എന്ന് പറയുന്നത് പുരുഷ നിരാകരണമല്ല. നേരെ മറിച്ച് സ്ത്രീ അവളുടെ തനിമയിലേക്കും സ്ത്രീ അവളുടെ സ്വത്വത്തിലേക്കും സ്ത്രീ അവളുടെ സ്വഭാവത്തിലേക്കും കൂടുതൽ കടന്നു ചെല്ലുകയും ആഴമായി അവളെ പഠിച്ച് ആത്മീയമായ ഉന്നതിയിലേക്ക് നീങ്ങുകയും വേണം. ഇന്ന് ഹൈന്ദവ സമൂഹത്തിലെ പൊങ്കാല വളരെ പ്രസിദ്ധമാണ്. ഏതാണ്ട് 10 വർഷം കൊണ്ട് ഹൈന്ദവ സമൂഹത്തിലുണ്ടായ ഈ പൊങ്കാല മഹോത്സവം ആധ്യാത്മിക മേഖലയിൽ സ്ത്രീ ചിന്തയിലുണ്ടായ ഒരു മുന്നേറ്റത്തിൻ്റെ അടയാളമാണ്. ശബരിമലയിൽ 60 വയസ്സിന് താഴെയുള്ള സ്ത്രീകൾക്ക് പ്രവേശനമില്ല എന്നൊരു നിബന്ധനയുണ്ട് എങ്കിൽ ഇന്ന് ചക്കുളത്തുകാവിലും തിരുവനന്തപുരത്തും ഇന്ത്യയിലാകമാനം ലോകത്താകമാനം ശ്രദ്ധ വരുന്നത് പോലെ പൊങ്കാല എന്ന് പറയുന്ന വിശ്വാസത്തെ ഹൈന്ദവ സ്ത്രീകൾ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ വാക്കുകൾക്ക് വരയിടുന്നു. ഇന്ന് ഈ പുതിയ തലമുറയിൽ ആത്മീയ മേഖലയിൽ സ്ത്രീ അവൾ കണ്ടെത്തിയ സ്ത്രീ ആത്മീയതയുടെ മുന്നേറ്റമാണ് ഈ പൊങ്കാലയിൽ. എന്നാൽ പൊങ്കാലയിലൂടെ അവർ അർത്ഥമാക്കുന്ന ജീവിത തത്വം നമുക്കും അനുകരിക്കാവുന്നതാണ്. പൊങ്കാലയിടുന്ന സ്ത്രീ തൻ്റെ മൺപാത്രത്തെ സ്ത്രീയുടെ ശരീരമായിട്ട് കരുതുകയാണ്. തിളച്ചുമറിയുന്ന ഉണക്കലരി എന്ന് പറയുന്നത് അവളുടെ ഉള്ളിലുള്ള അഹന്തയുടെ അടയാളമാണ്. ഈ മൺകലമാകുന്ന ഈ പൊങ്കാലക്കലത്തിലേക്ക് തിളച്ചുമറിയുന്ന ഈ ഉണക്കലരി തിളച്ചുമറിയുമ്പോൾ ഒരു സ്ത്രീ അവളുടെ ഉള്ളിലെ അഹന്തയെ താത്തുവെച്ച് സ്വയം ശുദ്ധീകരിക്കുന്നു എന്നാണ് ഹൈന്ദവ സ്ത്രീകളുടെ പൊങ്കാലയുടെ അർത്ഥം. ഈ പൊങ്കാല ഇന്ന് ഈ കോൺഫറൻസിലും സംഭവിക്കണം. ഈ പൊങ്കാലയുടെ അർത്ഥം ഈ കോൺഫറൻസിലൂടെ സംഭവിക്കുമ്പോൾ ഈ പുതിയ തലമുറയുടെ നടപ്പിനെ നിർമ്മലമാക്കുവാനുള്ള കരുത്ത് നമുക്ക് ലഭിക്കും എന്നുള്ളതിന് യാതൊരുവിധമായ സംശയവുമില്ല. മൺകലമാകുന്ന ശരീരവും അഹന്തയാകുന്ന ഉണക്കലരിയും വേകുമ്പോൾ, ഈ അഹന്ത പുറത്തു ചാടുമ്പോൾ, ദൈവം പൂർണ്ണമായി വസിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിൽ നിറയുമ്പോൾ ഈ പുതിയ തലമുറയെ നിർമ്മലമായ വഴിയിലൂടെ നയിക്കുവാനുള്ള കെൽപ്പ് നമുക്ക് ഉണ്ടാകും എന്നുള്ളതിന് യാതൊരുവിധമായ സംശയവുമില്ല. കേരളത്തിലെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം നൂറ്റാണ്ടുകളുടെ പാരമ്പര്യം നമുക്ക് പറയുവാനുണ്ട് എങ്കിലും നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നാം അനുഷ്ഠിക്കുന്നുണ്ട് എങ്കിലും ഇവിടുത്തെ സാംസ്കാരികമായ ഒരു സ്വാധീനമായി തീരുവാൻ നമുക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് വളരെ വേദനയോടെ നാം ഓർക്കണം. നാളെ നടക്കുന്ന പ്രതിഭാ സംഗമത്തിൽ കായിക രംഗത്തും കലാരംഗത്തും വളരെ മുൻപന്തിയിലുള്ള സ്ത്രീകളെ ഈ സമൂഹം ആദരിക്കുന്നത് എന്തുകൊണ്ടും വളരെ വിലപ്പെട്ടതാണ്. കാരണം ഇലക്ഷൻ വരുന്ന സമയത്തൊക്കെ വോട്ടിനു വേണ്ടിയും സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയുമൊക്കെ പത്രപ്രസ്താവനകൾ നാം നടത്താറുണ്ടെങ്കിലും ഒരു കാര്യം നാം ചിന്തിക്കണം. കേരളത്തിൻ്റെ സാംസ്കാരിക മേഖലയിൽ എത്രമാത്രം
സംഭാവനകൾ നടത്തുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ബോധപൂർവം നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. മഗ്ദലന മറിയത്തെപ്പറ്റി വള്ളത്തോൾ പാടിയത് ടീച്ചർ മധുരമായി അവതരിപ്പിച്ചു. അക്രൈസ്തവനായ വള്ളത്തോളിന് പ്രായശ്ചിത്തവും പശ്ചാത്താപവും ബൈബിൾ വായിച്ചപ്പോൾ അനുഭവവേദ്യമായി തോന്നിയപ്പോൾ അദ്ദേഹം അത് ഖണ്ഡകാവ്യമായി മഗ്ദലന മറിയമായി അവതരിപ്പിച്ചു. ഒരു രാത്രിയിൽ വായിച്ചിരുന്ന ബൈബിളിൻ്റെ പേജ് തട്ടിമാറ്റിയപ്പോൾ യൂദ യേശുവിനെ ഒറ്റക്കൊടുത്ത ആ വലിയ വഞ്ചനയുടെ കഥ വായിച്ച സംഭവം വായിച്ച അക്രൈസ്തവനായ MD വാസുദേവൻ നായർക്ക് പെട്ടെന്ന് ഒരു ചിന്ത മനസ്സിലുണ്ടായി. യേശുവും യൂദയും കണ്ടുമുട്ടിയെങ്കിൽ എന്തായിരിക്കും ആ സമാഗമത്തിൽ അവർ പറയുന്നത്? അങ്ങനെ അക്കൽദാമയിൽ പൂക്കൾ വിടരുമ്പോൾ എന്ന ഒരു കഥയുണ്ടായി. യേശുദേവന്റെ കൂടെ സഞ്ചരിച്ച് യേശുവിൻ്റെ ചരിത്രം മുഴുവൻ എഴുതിയതുപോലെയാണ് KP കേശവമേനോൻ യേശുദേവൻ എന്ന ചരിത്രം എഴുതിയത്. ഡിസംബറിലെ തണുപ്പുള്ള രാത്രിയിൽ ഒരു ദേവാലയത്തിൽ നിന്നും ഒരു പുരോഹിതനും പറയാത്ത വാക്കുകളാണ് KP അപ്പൻ കന്യാമറിയാമിനെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടിയത്. ഞാൻ പറഞ്ഞു വന്നത് അക്രൈസ്തവരായ ഇത്തരം എഴുത്തുകാർക്ക്, അക്രൈസ്തവരായ ഇത്തരം കലാകാരന്മാർക്ക് തങ്ങളുടെ രചനകളിൽ ക്രിസ്തുവും ബൈബിളും ഇത്രമാത്രം സ്വാധീനിച്ചുവെങ്കിൽ എന്തുകൊണ്ടാണ് അഭ്യസ്തവിദ്യരായ നസ്രാണി സ്ത്രീകളുടെ ഭാവനയിൽ ഇത്തരത്തിലുള്ള ചിന്തകളൊന്നും ഉണരാതിരുന്നത്? അതുകൊണ്ട് തന്നെ കേരളത്തിലെ അക്രൈസ്തവരായ ഇത്തരം എഴുത്തുകാരെ അനോണിമസ് ക്രിസ്ത്യൻസ് എന്നുള്ള പേരിൽ കേരളം ആദരിക്കുകയാണ്. എന്നാൽ ഇന്നത്തെ പുതിയ എഴുത്തുകാർ അവരുടെ ചുവടുകളൊക്കെ മാറ്റി ചവിട്ടി തുടങ്ങി. ഇന്നത്തെ മലയാളത്തിലെ ഏറ്റവും പുതിയ എഴുത്തുകാരുടെ രചനകൾ നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ വായിക്കുമ്പോൾ എവിടെയും യേശുവും ശിഷ്യന്മാരും ബൈബിളും അപഹസിക്കപ്പെടുന്ന രീതിയിലുള്ള കഥകളെ വാഴ്ത്തിപ്പാടുവാനും നിരൂപണം ചെയ്യുവാനും ഇവിടെ ഇന്ന് സാംസ്കാരിക നായകന്മാരുണ്ട്. എന്നാൽ ഈ വായിക്കുമ്പോഴും ഈ കൃതികൾ എഴുതപ്പെടുമ്പോഴും എൻ്റെ യേശു ഇതല്ല എന്ന് മാറ്റിപ്പറയുവാനോ ആ തരത്തിലുള്ള രചനകളിലേക്ക് കടക്കുവാനോ ഉള്ള എഴുത്തുകാരികളും വായനക്കാരികളും നമുക്ക് കുറയുന്നു എന്നുള്ളതും മലങ്കര സഭയുടെ ഒരു കുറവ് തന്നെയാണ്. നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ ഭാവനാലോകത്തെയും ഇത്രമാത്രം സ്വാധീനിക്കാൻ കഴിയാത്ത ഒരു സമൂഹമായി നാം അധപതിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കുറവ് തന്നെയാണ്. കേരളത്തിലെ കലാരംഗത്തും കേരളത്തിലെ രാഷ്ട്രീയ രംഗത്തും കേരളത്തിലെ കായിക രംഗത്ത് മാത്രം കത്തോലിക്ക സഭയിലെ ഏതാനും പെൺകുട്ടികളുണ്ട്. എങ്കിലും കലാരംഗത്തും കായിക രംഗത്തും രാഷ്ട്രീയ രംഗത്തുമൊക്കെ നമ്മുടെ സ്ത്രീകൾ പുറന്തള്ളപ്പെട്ടു പോകുന്നതിനെപ്പറ്റി വളരെയേറെ നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ക്ഷേത്രത്തോടനുബന്ധിച്ച് കലകളൊക്കെ നിലനിന്നതുകൊണ്ട് ക്ഷേത്രകലകളെല്ലാം വളർന്നുവെങ്കിൽ നമ്മുടെ പൂർവികർ ആചരിച്ചിരുന്ന ചവിട്ടുനാടകവും മാർഗം കളിയുമൊക്കെ ഇന്ന് നമ്മുടെ കലാകേരളത്തിൽ നിന്ന് അന്യമായിക്കൊണ്ടിരിക്കുക. TN ജേക്കബ് വിദ്യാഭ്യാസ മന്ത്രി ആയതുകൊണ്ട് മാത്രം അക്കാലത്ത് മാർഗം കളി എന്ന് പറയുന്ന നസ്രാണി കലയെ പ്രോത്സാഹിപ്പിക്കാൻ സ്കൂൾ യുവജനോത്സവങ്ങളിൽ ഏൽപ്പിച്ചതുകൊണ്ട് മാത്രം ഇന്നും ആ കല നമ്മുടെ മണ്ണിൽ നിന്ന് അന്യമാകാതെ ഇരിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത് കേവലം ബൈബിൾ വായനയുടെയും കേവലം ചാരിറ്റി പ്രവർത്തനങ്ങളുടെയും മേഖലയിൽ മാത്രം ഉള്ള ഒരു ലക്ഷ്മണ രേഖയ്ക്കകത്ത് നിൽക്കേണ്ടവരല്ല മലങ്കര സഭയുടെ സ്ത്രീകൾ. ഈ സമൂഹത്തിൻ്റെ സാംസ്കാരിക മേഖലകളെ ആഴമായി സ്വാധീനിക്കുവാനുള്ള സ്വാധീന ശക്തിയായിട്ട് സ്ത്രീകൾ മാറേണ്ടതായിട്ടുണ്ട്. രാഷ്ട്രീയ രംഗത്ത് ഏതാണ്ട് 33% സംവരണം ഏർപ്പെടുത്തിയതുകൊണ്ട് ഏതാണ്ട് പഞ്ചായത്ത് തലങ്ങളിലൊക്കെ നമ്മുടെ സ്ത്രീകൾ വളർന്നു വരുന്നുണ്ടെങ്കിലും നമ്മുടെ പൂർവികരായ ഏതാനും വിരലിൽ എണ്ണാവുന്ന നമ്മുടെ പൂർവികരായ നസ്രാണി സ്ത്രീകളെ പോലെ ഈ രാജ്യത്തിൻ്റെ ഭരണരംഗത്തേക്കും ഈ രാജ്യത്തിൻ്റെ ഭരണചക്രം തിരിക്കുന്നതിലേക്കും നമ്മുടെ സ്ത്രീകൾ കടന്നു വരേണ്ടതായിട്ടുണ്ട്. ആദരണീയനായ ജിജി തോംസൺ സാർ മാർഗരറ്റ് അൽവയുടെ കൂടെ കന്യാസ്ത്രീകളെ കണ്ടപ്പോൾ മാർഗരറ്റ് അൽവ കരഞ്ഞ ദൃശ്യം നിങ്ങൾ പറഞ്ഞു. വടക്കേ ഇന്ത്യയിലെ മിഷണറിമാരിൽ പ്രത്യേകിച്ച് കന്യാസ്ത്രീകൾക്കുണ്ടാകുന്ന അതിക്രമങ്ങൾക്ക് നേരെ ഇതൊന്നും എന്നെ ബാധിക്കുന്ന സംഭവമല്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കുക, കേന്ദ്രമന്ത്രിയായ മാർഗരറ്റ് അൽവ ഒരു ക്രിസ്ത്യാനി ആയതുകൊണ്ടാണ് കന്യാസ്ത്രീയുടെ വേദനയ്ക്ക് മുമ്പിൽ വിമ്മി കരയുവാനായിട്ട് സാധിച്ചത്. വടക്കേ ഇന്ത്യയിൽ ധാരാളം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളുണ്ട്. ക്രിസ്തീയ ജീവിതത്തെ വളരെ സാഹസികമായി തന്നെ നേരിടുന്ന
പുതിയ വ്യാഖ്യാനങ്ങളുള്ള സ്ത്രീകളുണ്ട്. അടുത്തടുത്ത് കേരളത്തിലെ ക്യാമ്പസുകൾക്കേറെ സുപരിചിതയായ ദയാബായി പാലാക്കാരിയായ ഒരു കന്യാസ്ത്രീയായിരുന്നു. പച്ചവിരൽ എന്ന് പറഞ്ഞ അവരുടെ ഒരു ആത്മാംശം നിറഞ്ഞ പുസ്തകം വായിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾ വായിക്കണം. യേശുവിൻ്റെ കുരിശെടുത്തുകൊണ്ട്, യേശുവിൻ്റെ പീഡാനുഭവത്തിൽ പങ്കാളിയായിക്കൊണ്ട്, സ്വന്തം സൗന്ദര്യത്തെ പോലും നശിപ്പിച്ചുകൊണ്ട് ആദിവാസികൾക്കിടയിൽ ദൈവവേല ചെയ്യുന്ന ഇന്നത്തെ വുമൺ ഓഫ് ദ ഇയറായി തെരഞ്ഞെടുക്കപ്പെട്ട സ്ത്രീയാണ് ദയാബായി എന്ന് പറയുന്ന കന്യാസ്ത്രീ. ഞാൻ പറഞ്ഞു വന്നത്, കാലത്തിൻ്റെ മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് കാലാനുചിതമായ പ്രവർത്തനങ്ങളിലൂടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും നമ്മുടെ വ്യക്തിത്വം പകരേണ്ട കാലമാണ് ഇത്. ഞാൻ അന്യ ഒരു സമുദായത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് പറയുകയല്ല. ഇന്നത്തെ PSC നിയമനങ്ങളിലും ഇന്നത്തെ ഓഫീസ് ക്രമങ്ങളിലുമെല്ലാം നമ്മുടെ ക്രിസ്ത്യാനികളായ ആളുകളുടെ എണ്ണം കുറഞ്ഞു വരുന്നു എന്നുള്ളത് നാളെ നമ്മുടെ സാമൂഹിക ക്രമത്തിന് വരുന്ന ഒരു വിലയിടിവായിട്ട് നാം കാണണം. ഞാനൊരു സമുദായത്തെ പ്രത്യേകം എടുത്തു പറയുന്നതിൽ നിങ്ങൾ ക്ഷമിക്കണം. SNDPക്കും ഈഴവ സമുദായത്തിനുമുണ്ടായ നവോത്ഥാനം, പ്രത്യേകിച്ച് അവിടുത്തെ സ്ത്രീകളുടെയും മുസ്ലിം സമുദായത്തിലെ പെൺകുട്ടികളുടെയും എണ്ണം കേരള സർവീസുകളിലും കേന്ദ്ര സർവീസുകളിലും വർദ്ധിച്ചു വരുന്നു എന്നുള്ള കാര്യം നമ്മുടെ സമൂഹം വളരെ ശ്രദ്ധയോടെ ഓർക്കേണ്ടതായിട്ടുണ്ട്. IASൻ്റെയും IPSൻ്റെയും ഒക്കെ റാങ്ക് ലിസ്റ്റ് ഇറങ്ങുമ്പോൾ നിരനിരയായി പെൺകുട്ടികളുടെ ചിത്രം കാണുമ്പോൾ അതിലൊരു പെൺകുട്ടി പോലും നസ്രാണിയില്ല എന്നുള്ളത് ഏറെ ഗൗരവത്തോടുകൂടി കാണേണ്ടതായിട്ടുണ്ട്. സമൂഹത്തിലെ മുഖ്യധാരയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് വിദേശത്തു നിന്ന് വരുന്ന പണത്തിൻ്റെ ഗർവിൽ ജീവിക്കാമെന്നുള്ള വ്യാമോഹം ഈ സൊസൈറ്റിയിൽ നമ്മളെ ഒന്നുമല്ലാതാക്കി തീർക്കുമെന്നുള്ളതിനെ വളരെ ഗൗരവത്തോടുകൂടി നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. സഭയിലും ഈ സ്ത്രീക്ക് ഇന്ന് അർഹമായ സ്ഥാനം ലഭിക്കുന്നില്ല എന്നുള്ളൊരു വേദന സ്ത്രീജനങ്ങളെല്ലാം ഉറക്കെ പറയുന്നില്ലെങ്കിലും പതുക്കെ പറയുന്നുണ്ട്. തിരുമേനി, അക്കമ്മ കൊച്ചമ്മ നമ്മുടെ സമാജത്തിൻ്റെ സെക്രട്ടറി ആയിരുന്ന കാലത്ത് ധീരോചിതമായ പല മാറ്റങ്ങൾക്കും പങ്കുവഹിച്ചു എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. മംസിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായിട്ട് തന്നെ നടത്തുന്നു. സ്ത്രീ അവളുടെ സ്വത്വം കണ്ടെത്താനുള്ള ഒരു ചൂണ്ടുവിരലായിരുന്നു അതിൻ്റെ പ്രവർത്തനങ്ങൾ. സഭയുടെ ഉന്നത തലങ്ങളിൽ പുരുഷനെ പോലെ തന്നെ സ്ത്രീക്കും അവളുടെ അഭിപ്രായം പറയുവാനുള്ള സ്വാതന്ത്ര്യം കർത്താവ് കൽപ്പിച്ച് തന്നിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ ഒരു പഴയ ലേഖനം വായിക്കാൻ ഇടയായപ്പോൾ വളരെയേറെ സന്തോഷം എനിക്ക് തോന്നി. ഇന്ന് നമ്മുടെ സഭയുടെ പല ഭദ്രാസനങ്ങളിലും സഭയുടെ കൈസ്ഥാനീയരായി വളരെ സ്തുത്യർഹമായ സേവനം നമ്മുടെ സ്ത്രീകൾ വഹിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സാക്ഷിയാണ് ഞാൻ. പ്രത്യേകിച്ച് കണ്ടനാട് വെസ്റ്റ് ഭദ്രാസനത്തിൽ നിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടോ? കണ്ടനാട് വെസ്റ്റ് വളരെ അഭിമാനത്തോടു കൂടിയാണ് കണ്ടനാട് വെസ്റ്റ് ഭദ്രാസനക്കാരെ ഞാൻ കാണുന്നത്. കാരണം ദേവലോകത്ത് നടക്കുന്ന സ്ത്രീ മുന്നേറ്റത്തിൻ്റെ എല്ലാ സമിതികളിലും സ്ഥിരാംഗങ്ങളായി വരുന്ന സ്ത്രീകളെല്ലാം വർഷങ്ങളായി പള്ളി ഭരണങ്ങൾ വളരെ സ്തുത്യർഹമായി മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ്. ഞങ്ങളുടെ കൊച്ചു തലമുറയിലെ MGOCSM വിദ്യാർത്ഥിനികൾ ചോദിക്കുന്നത് പോലെ ബഹിരാകാശത്ത് കൽപ്പനാ ചൗളയ്ക്ക് പോകാമെങ്കിൽ എന്തുകൊണ്ട് ഈ ഭരണതലത്തെപ്പറ്റി ഞങ്ങൾക്ക് ചിന്തിച്ചുകൂടാ? ഞാൻ പുരുഷ നിരാകരണമോ പൗരോഹിത്യ മേധാവിത്വത്തോടുള്ള എതിർപ്പോ അല്ല ഇവിടെ പ്രകടിപ്പിക്കുന്നത്. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ ചെറുപ്രായത്തിൽ വളർന്നു വന്നതുകൊണ്ട് കാലം ചെയ്ത തെയോഫിലോസ് തിരുമേനി ഇക്കാര്യങ്ങളിലൊക്കെ ശക്തമായ ചിന്തയും മുന്നേറ്റവും സ്വാതന്ത്ര്യവും ഞങ്ങൾക്ക് തന്നിരുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഇടവക തലങ്ങൾ മുതൽ ഭദ്രാസനത്തിൻ്റെ കൗൺസിൽ അംഗങ്ങൾ മുതൽ മാനേജിംഗ് കമ്മിറ്റി അംഗം വരെ ആകുവാനുള്ള ശേഷിയും ശേംഷിയും ഉള്ളവരാണ് മലങ്കര സഭയിലെ സ്ത്രീകൾ. അവർക്കതിനുള്ളതായ എല്ലാവിധ സാഹചര്യങ്ങളും ഒരുമിച്ച് കൊടുക്കണമെന്നാണ് ഈ വിനയപൂർവ്വം ഈ നിമിഷത്തിൽ എനിക്ക് പറയാനുള്ളത്. ഇത് ഒരു ഫെമിനിസത്തിൻ്റെ മുന്നേറ്റമൊന്നുമല്ല. ഞങ്ങളാരും ഫെമിനിസത്തിൽ വിശ്വസിക്കുന്നവരല്ല. പക്ഷേ ഞങ്ങൾക്കൊരു കാര്യം അറിയാം. അപ്പോസ്തലന്മാർക്ക് ആർക്കും സ്ത്രീയെ ഒഴിവാക്കിക്കൊണ്ട് ഒരു സുവിശേഷവും എഴുതാൻ കഴിയാഞ്ഞത് ക്രിസ്തു ജീവിച്ചിരുന്ന സമയത്തിൽ യേശുവിനൊപ്പം ഊണിലും ഉറക്കത്തിലും ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിയിൽ ശിഷ്യന്മാർക്കൊപ്പം നിന്നവരാണ് ഞങ്ങൾ സ്ത്രീകൾ. അതുകൊണ്ട് കാണാതെ പോയ ബ്രഹ്മപ്പണം കണ്ടുപിടിക്കാനുള്ള സൂക്ഷ്മതയും ബുദ്ധിയും കാര്യനിർവഹണ ശേഷിയുമുള്ളവരാണ് മലങ്കര സഭയുടെ സ്ത്രീകൾ. അതുകൊണ്ട് തന്നെ ഈ സ്ത്രീകൾക്ക്
അർഹമായ സ്ഥാനം നൽകുവാനുള്ള തീരുമാനവും സ്ത്രീകളുടെ നിവേദനവും ഈ കോൺഫറൻസിൽ നടപ്പാക്കപ്പെടുകയും ഓമല്ലൂർ കോൺഫറൻസ് ഒരു ചരിത്ര സംഭവമായി മാറുകയും ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ കാര്യത്തിൽ ഗ്രിഗോറിയോസ് തിരുമേനി പറയുന്ന ഒരു കാര്യമുണ്ട്. പുരോഹിതന്മാർക്കാണ് ഇക്കാര്യത്തിൽ ഏറ്റവും ഭയം. വിദ്യാഭ്യാസവും കഴിവുമുള്ള ഈ സ്ത്രീകൾ തങ്ങളുടെ അധികാര പരിധി പിടിച്ചെടുക്കുമോ എന്നുള്ള ഭയം ഉള്ളതുകൊണ്ടാണ് ഇത്തരം അധികാരങ്ങൾ കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ളതെന്ന് ഞാനല്ല പറഞ്ഞത്. ആഗോളതലത്തിലെ ദൈവശാസ്ത്രജ്ഞനായിരുന്ന, കാലത്തിനു മുമ്പേ ചിന്തിച്ചിരുന്ന പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ കാര്യം പറയുകയുണ്ടായി. ഞാൻ പറഞ്ഞു വന്നത്, ആദിമ മലങ്കര സഭയിൽ സ്ത്രീക്ക് അർഹമായ വേറെ ചില സ്ഥാനങ്ങളും ഉണ്ടായിരുന്നു. ഡീക്കണ സ്ഥാനം എന്ന് പറയുന്ന ഒരു ഭംഗിയേറിയ സ്ഥാനം സ്ത്രീക്കുണ്ടായിരുന്നു. നമ്മുടെ സഭാംഗമല്ലെങ്കിലും യാക്കോബായ സഭയിലെ ബാബു പോളിന്റെ വല്യമ്മച്ചി ഒരു ഡീക്കണസ് ആയിരുന്നു. ഇടവകയിലെ സ്ത്രീജനങ്ങളെ വിശ്വാസം പഠിപ്പിക്കുവാനും ഇടവകയിലേക്ക് കടന്നു വരുന്ന വിശുദ്ധ മാമോദീസ ഏൽക്കുന്ന മുതിർന്നവരായ സ്ത്രീകൾക്ക് മാമോദീസായ്ക്ക് ഒരുക്കുവാനുമുള്ള ഡീക്കണ സ്ഥാനമുണ്ടായിരുന്ന ഒരു സഭയാണ് ഈ സഭ. ഇന്നും ഇത്തരം സ്ഥാനങ്ങൾ തിരിച്ചു വരണമെന്നുള്ള ആഗ്രഹമാണ് എനിക്കുള്ളത്. കുറച്ചുകൂടി ആരാധനയിലും അതുപോലെ തന്നെ വിശുദ്ധ കുംഭസാരത്തിലും സ്ത്രീയുടെ പങ്ക് വളരെ വലുതാണ്. ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, വിശുദ്ധ കുംഭസാരത്തിൽ ഒരു ഡീക്കണ സ്ഥാനമുള്ള സ്ത്രീക്ക് പുരോഹിതൻ പാപപരിഹാര പ്രാർത്ഥന ചൊല്ലുന്നതിന് മുമ്പായി ഒരു കൗൺസിലിങ്ങിനുള്ള അവസരം ഒരു പുരോഹിതന്റെ മുമ്പിലേക്കാൾ ഏറെ സ്ത്രീക്ക് ഉള്ളു തുറക്കാൻ സാധിക്കുന്നത് കൈവപ്പ് കിട്ടിയ ഒരു സ്ത്രീയുടെ മുമ്പിലാണ്. ഇവിടെ സ്ത്രീ പൗരോഹിത്യം വേണമെന്നൊന്നും ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല. CSI സഭയിൽ സ്ത്രീകളെ പുരോഹിതരാക്കിയെങ്കിൽ ആ സഭ തന്നെ ഇന്ന് അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കുന്നുണ്ടെന്നുള്ള സത്യം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. കുംഭസാരത്തിൽ സ്ത്രീക്ക് മനസ്സു തുറക്കാൻ ഒരു മുതിർന്ന സ്ത്രീയുടെ സഹായം ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് കഷ്ടാനുഭാഴ്ചകളിലും കുംഭസാരത്തിൻ്റെ തിരക്കുള്ള അവസരങ്ങളിലുമൊക്കെ ഞങ്ങളുടെ ഉള്ളിലെ പ്രശ്നങ്ങൾ, ഞങ്ങളുടെ ഉള്ളിലെ വേദനകൾ ഇഴതിരിക്കുവാൻ ഒരു പുരോഹിതനേക്കാൾ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യവും ഞങ്ങൾക്കൊരു കൗൺസിലിങ്ങും സമാശ്വാസവും ഒരു ഏറ്റുപറച്ചിലും വേണ്ടത് ഒരു സ്ത്രീയുടെ അടുത്താണ്. അത് ഏത് സ്ത്രീയുടെയെങ്കിലും മുമ്പിൽ പറയാൻ ഞങ്ങൾ തയ്യാറല്ല. കാരണം ഞങ്ങൾ സ്ത്രീകൾക്ക് ഗുണത്തെക്കാളേറെ ബലഹീനതകൾ വളരെയേറെ ഉള്ളവരുമാണ്. ഞങ്ങളൊരു 1000 നോട്ടീസ് അടിക്കുന്ന എഫക്റ്റ് തന്നെ അതിനുണ്ടാക്കും. അതുകൊണ്ട് പാകതയും പക്വതയുമുള്ള സ്ത്രീയുടെ മുമ്പിൽ ഒരു കൗൺസിലിംഗ് നടത്താനുള്ള ഒരു സൗകര്യം കൗമാരത്തിലും യൗവനത്തിലും വിവാഹത്തിന് മുമ്പുള്ള ഒരുക്കത്തിൻ്റെ കുംഭസാരത്തിലും ഞങ്ങൾ സ്ത്രീകൾക്ക് അത്യാവശ്യമായിട്ടുണ്ട്. ഒരു മനഃശാസ്ത്രജ്ഞനെയോ ഒരു കൗൺസിൽ അംഗത്തെയോ പോയി കാണുവാനോ അതിനുള്ള സാഹചര്യങ്ങളൊന്നും ഞങ്ങളുടെ സാധാരണക്കാരായ സ്ത്രീകൾക്ക് നാട്ടിൻപുറങ്ങളിൽ കിട്ടാനില്ല. ഈ ഉള്ളൊന്ന് തുറക്കുവാനും ഈ നൊമ്പരങ്ങൾക്കൊരു സമാശ്വാസം പറയുവാനും ഈ ഉള്ളിലെ പാപബോധവും കുറ്റബോധവും മായ്ക്കപ്പെടുന്നതാണെന്നുള്ള ഒരു ആഴമായ വിശ്വാസം ആ കുമ്പസാരിക്കുന്ന വ്യക്തിക്ക് ലഭിക്കുവാനും, പ്രത്യേകിച്ച് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ എല്ലാ നിയമസംഹിതകളെയും എല്ലാ സദാചാര നിഷ്ഠകളെയും മറികടന്നുകൊണ്ട് സ്വന്തം ഉള്ളിലൂടെ മാത്രം നടക്കാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടിയുടെ മനസ്സറിയുവാനും ഒരു സ്ത്രീക്കാണ് സാധിക്കുന്നത്. അതിനുള്ള ഒരു പ്രീ കൗൺസിലിംഗ്, കുംഭസാരത്തിന് മുമ്പുള്ള ഒരു കൗൺസിലിംഗ്, അതിനുള്ള സൗകര്യവും ഞങ്ങൾ സ്ത്രീകൾക്ക് ഇടവക തലങ്ങളിൽ കിട്ടേണ്ടതായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, സഭാതലത്തിലും സാമൂഹ്യ മേഖലകളിലും സാംസ്കാരിക മേഖലകളിലുമൊക്കെ ഒരു സ്വാധീന ശക്തിയായിട്ട് നാം മാറേണ്ടത് ഇന്നിൻ്റെ ആവശ്യമാണ്. നമുക്കറിയാം, ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഇന്ന് കേരളത്തിലെ കുടുംബങ്ങൾക്ക് മാത്രമല്ല സഭയ്ക്കുണ്ടായ ഭൗതികമായ വളർച്ചയിലും നമ്മൾ സ്ത്രീകളുടെ ഉന്നമനവും സ്ത്രീകളുടെ സംഭാവനയും വളരെ വലുതാണ്. നമ്മുടെ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പുരുഷനേക്കാൾ കൂടുതൽ തങ്ങളുടെ ദശാംശം നിരൂപിച്ചവർ സ്ത്രീകളാണ്. ഇത് പുതിയ സ്ത്രീ മാത്രമല്ല, പഴയ സ്ത്രീയും അങ്ങനെയായിരുന്നു. ദേവലോകം അരമനയിൽ ഇന്ന് കാണുന്ന ചാപ്പൽ പൂർവികരായ നമ്മുടെ അമ്മമാർ പിടിയേരി പിരിച്ചുണ്ടാക്കിയ
ചാപ്പലാണ് ഇന്നും പൊളിക്കാതെ വിശുദ്ധ മൂറോനുമൊക്കെ കൂദാശ ചെയ്യപ്പെടുന്ന ആ ദിവ്യമായ ദേവാലയം. പഴയ തലമുറയ്ക്ക് ഇത്രയൊക്കെ കരുത്തുണ്ടായിരുന്നെങ്കിൽ, പഴയ തലമുറയ്ക്ക് അക്ഷരാഭ്യാസം മാത്രമാണ് വിദ്യാഭ്യാസമായിരുന്നെങ്കിൽ, ഈ സഭയ്ക്കും സമൂഹത്തിനും ഒരു സ്വാധീന ശക്തിയായി മാറുവാൻ നമ്മുടെ അമ്മമാർക്ക് സാധിച്ചിരുന്നുവെങ്കിൽ, അഭ്യസ്ത വിദ്യരായ സാഹചര്യങ്ങളും സമയവും സ്വാതന്ത്ര്യവുമുള്ള നമുക്ക് ഈ കാലത്തിനനുസരിച്ച് മാറുവാനും കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ ഏറ്റെടുക്കുവാനും നമ്മുടെ യുവ ജനങ്ങൾ, നമ്മുടെ യുവ സ്ത്രീകൾ ഒരിക്കലും നമ്മുടെ കണ്ണിൽ പൊടിയിടാതെ നേരായ പാതയിൽ നടത്തുവാനുമുള്ള തൻ്റെ ഇടം അവർക്ക് നൽകുവാനും നിർമ്മലരായി നമ്മളെ അവർ വളർത്തുവാനുമുള്ള കെൽപ്പും ശക്തിയും നമുക്കുണ്ടാകണം. തൻ്റെ ഇടം എന്നുള്ള വാക്ക് നമ്മൾ വളരെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. തൻ്റെ ഇടം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആരെയും കൂസാതെ നടക്കുന്ന ഒരു ഭാവമല്ല, തൻ്റേതായ ഇടം കണ്ടെത്തുക എന്നു മാത്രമാണ്. ഇവിടെ ഓരോ സ്ത്രീയും തൻ്റേതായ ഇടം കണ്ടെത്തണം. കർത്താവ് അതിനുള്ള സ്വാതന്ത്ര്യം നമുക്ക് തന്നിട്ടുണ്ട്. സ്വാതന്ത്ര്യം എന്നുള്ള വാക്കും വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട വാക്കാണ്. എന്തിനും ഉള്ള സ്വാതന്ത്ര്യത്തിൻ്റെ പേരല്ല സ്വാതന്ത്ര്യം. അവൾ അഭ്യസ്ത വിദ്യയാണെങ്കിൽ, സ്വന്തമായി വരുമാനമുണ്ടെങ്കിൽ ഇഷ്ടം പോലെ നടക്കുക എന്നുള്ള വാക്കിൻ്റെ അർത്ഥമല്ല സ്വാതന്ത്ര്യം. സ്ത്രീക്ക് സ്വാതന്ത്ര്യം കർത്താവ് നൽകിയിട്ടുണ്ട്. ഇനിമേൽ പാപം ചെയ്യരുത് എന്ന് കർത്താവ് സ്ത്രീയോട് പറഞ്ഞത് ലോകത്തുള്ള മുഴുവൻ സ്ത്രീകളോടുമാണ്. പാപം ചെയ്യാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യത്തെപ്പറ്റി പറയുമ്പോൾ കുട്ടികളോടായി ഞാൻ പറയാറുണ്ട്, സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ആകാശത്തൂടെ പറക്കുന്ന ഒരു പക്ഷിയാണ്. ആകാശത്തിലൂടെ പറക്കുന്ന പക്ഷിയാണ് സ്വാതന്ത്ര്യം. പക്ഷിക്ക് 2-3 കാര്യങ്ങളെപ്പറ്റി ബോധ്യമുണ്ട്. താൻ എവിടം വരെ പറക്കും, താൻ എപ്പോൾ തിരിച്ചു വരും, താൻ തിരിച്ചു വരേണ്ടത് എവിടെയാണ്. സ്ത്രീയും ഈ സ്വാതന്ത്ര്യം ഉപയോഗിക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. താൻ എവിടം വരെ പറക്കും, താൻ എവിടെയാണ് തിരിച്ചു വരേണ്ടത്, താൻ പറക്കേണ്ട സ്ഥലം എവിടെയാണ് എന്നുള്ള തിരിച്ചറിവിൻ്റെ ബാലപാഠം നാം എല്ലാവരും പഠിക്കുമ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യത്തെ കൂടുതൽ ഈ സമൂഹത്തിന് സംഭാവനയാക്കുവാൻ നമുക്ക് സാധിക്കും എന്നുള്ളതിന് യാതൊരുവിധമായ സംശയവുമില്ല. റസൂൽ പൂക്കുട്ടിയെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. കഴിഞ്ഞ 2 വർഷം മുമ്പ് അമേരിക്കയിൽ ഓസ്കാർ അവാർഡ് നേടിയ കേരളീയനാണ് റസൂൽ പൂക്കുട്ടി. റസൂൽ പൂക്കുട്ടിയുടെ ഒരു ഇൻ്റർവ്യൂവിൽ റസൂൽ പൂക്കുട്ടിയോട് ഇൻ്റർവ്യൂ നടത്തിയ ജോണി ലൂക്കോസ് ചോദിച്ചു, താങ്കളുടെ പിതാവ് ഒരു രാഷ്ട്രീയക്കാരനാണല്ലോ, പിന്നെ എന്തുകൊണ്ട് താൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയില്ല? റസൂൽ പൂക്കുട്ടി ഒരു മറുപടി പറഞ്ഞു, രാഷ്ട്രീയം ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു, പക്ഷേ എൻ്റെ അമ്മയ്ക്ക് ഈ രാഷ്ട്രീയത്തിൻ്റെ കണ്ണുനീര് മുഴുവൻ കുടിക്കേണ്ടി വന്നൊരു സ്ത്രീയാണ്. അതുകൊണ്ട് അമ്മയുടെ കണ്ണ് നിറയാൻ ഞാൻ അനുവദിക്കുകയില്ല. അതുകൊണ്ടാണ് രാഷ്ട്രീയത്തിൻ്റെ വഴി ഞാൻ തിരഞ്ഞെടുക്കാഞ്ഞത്. കലയുടെ ലോകത്തും പുതിയ ലോകത്തും ആഗോളതലത്തിൽ ശ്രദ്ധ നേടിയ റസൂൽ പൂക്കുട്ടിക്ക് അമ്മയുടെ കണ്ണുനീര് വലുതാണ് എങ്കിൽ ഈ പുതിയ തലമുറയെ കൈകൾക്കിടയിലൂടെ വഴുതിപ്പോക്കുവാനുള്ള ശക്തിയും കണ്ണുനീരും നിങ്ങളുടെ ഉള്ളിലുണ്ട്. ആ കണ്ണുനീര് അർത്ഥമില്ലാതെ ഒഴുക്കുവാനുള്ളതല്ല. അർത്ഥപൂർവം ആ കണ്ണീരൊഴുക്കുവാനുള്ള കെൽപ്പ് നിങ്ങൾക്കുണ്ടായിരിക്കണം. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. തിന്മയും മ്ലേച്ഛതയുമുള്ള ഒരു സമൂഹത്തിൽ അതിൻ്റെ സ്വാധീനമേൽക്കാതെ ജീവിക്കുക എന്ന് പറയുന്നത് വളരെ വലിയ ഒരു വെല്ലുവിളിയാണ്. നാം ജീവിക്കുന്ന ഈ സമൂഹത്തിൽ തിന്മയുടെയും മ്ലേച്ഛതയുടെയും സാധ്യതകൾ വളരെ വലുതാണ്. എന്നാൽ തിന്മയുടെയും മ്ലേച്ഛതയുടെയും സാധ്യതകൾക്ക് നടുവിൽ ദൈവത്തിൻ്റെ വാക്കുകൾ കേട്ട് നോഹ പെട്ടകം പണിതുവെങ്കിൽ നമ്മുടെ കുടുംബത്തിലും നാം പെട്ടകം പണിയേണ്ടിയിരിക്കുന്നു. ജനിപ്പാനിരിക്കുന്ന ബാലൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഉപദേശിച്ചു തരണമേ എന്ന് മനോഹ പ്രാർത്ഥിച്ചുവെങ്കിൽ ഈ പുതിയ തലമുറയെ ഉപദേശിക്കുവാനുള്ള വിവേകത്തിനും തിരിച്ചറിവിനും വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. ഈ ജീവിതത്തിൽ നാം കയ്യിലെടുത്ത ബൈബിൾ കൂടാതെ ഒരലിഖിത ബൈബിൾ നമുക്കുണ്ടായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ നാം എഴുതപ്പെടാത്ത ഒരു ബൈബിൾ നമ്മുടെ ജീവിതത്തിൽ ഞാൻ മുൻപ് പറഞ്ഞ പ്രതിസന്ധികളിലൂടെ, വെല്ലുവിളികളിലൂടെ, വേദനകളിലൂടെ നടന്നു പോകുമ്പോൾ ഈ ബൈബിൾ ചേർത്ത് വായിക്കുമ്പോൾ ബൈബിളിലെ ഓരോ സംഭവങ്ങൾക്കും, ബൈബിളിലെ ഓരോ വിഷയങ്ങൾക്കും
കൂടുതൽ അർത്ഥവും വ്യാപ്തിയും ഉള്ളതായിട്ട് നമുക്ക് തോന്നും. നമ്മുടെ ജീവിതത്തിൽ പൈതൃകമായി ലഭിച്ച ഈ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ കൂടെ നമ്മുടെ ജീവിതാനുഭവങ്ങൾ ഈ വിശുദ്ധ വേദപുസ്തകത്തോട് കൂട്ടിച്ചേർക്കുമ്പോഴാണ് ഈ വിശുദ്ധ ബൈബിൾ നമുക്ക് വായനയ്ക്ക് വലിയ വാതായനങ്ങൾ ഒരുക്കുന്നത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. സമകാലിക ലോകത്തെ സ്ത്രീയുടെ ചിന്തകളും സമകാലിക ലോകത്തിലെ സ്ത്രീയുടെ പ്രശ്നങ്ങളും സമകാലിക ലോകത്തിലെ സ്ത്രീയോടുള്ള പ്രതികരണവുമാണ് ഈ വിഷയമായിട്ട് അവതരിപ്പിച്ചത്. അവിവേകമായി ഒന്നും പറഞ്ഞില്ല. വാക്കുകൾ ആത്മാർത്ഥമായി കരുതണമേ എന്നുള്ള അപേക്ഷയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.